കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വീണ്ടും ഈ ആരാധനയുടെ മധ്യത്തിൽ മഹത്വം എടുക്കുമാറാകട്ടെ. ദൈവസന്നിധിയിൽ നമുക്ക് ആയിരിക്കാൻ കഴിയുന്നത് തീർച്ചയായും ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹത്തിൻ്റെ അടയാളമാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ പകർന്നു നൽകുന്ന കൃപ ആണ് നമുക്ക് ദൈവസന്നിധിയിൽ വീണ്ടും ആയിരിക്കാൻ കഴിയുന്നത്. ആ കൃപ നിശ്ചയമായും നമ്മെ നിത്യതയിലും ദൈവസന്നിധിയിൽ ദൈവത്തോടുകൂടെ ആയിരിക്കാൻ ഇടയാക്കുന്നതാണ്. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ ദൈവം നമുക്ക് നൽകുന്ന എല്ലാ രക്ഷയുടെ അനുഗ്രഹങ്ങളും അത് നമ്മെ നിത്യതയിൽ കൊണ്ടു ചേർക്കുന്ന അനുഗ്രഹങ്ങളാണ്. Glory to God. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തു യേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന പിതാവാം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ആരാധനകളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ കൊണ്ടുവരാൻ കർത്താവ് നമ്മെ സഹായിക്കുന്നു. Glory to God. ദൈവം ഏദൻ തോട്ടത്തിൽ മനുഷ്യനെ ആക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ഒരു വലിയ വാഞ്ചയാണ് എല്ലാ ദിവസവും മനുഷ്യനുമായി ദൈവത്തിന് കൂട്ടായ്മ എന്നുള്ളത്. അല്ലെങ്കിൽ ദൈവഹൃദയത്തിലെ താല്പര്യമാണ് കൂട്ടായ്മ എന്ന് പറയുന്നത്. മനുഷ്യന്റെ ഹൃദയത്തിലെ ആഗ്രഹപ്രകാരമല്ല ദൈവത്തോടുള്ള കൂട്ടായ്മ ഉടലെടുക്കുന്നത്. ദൈവത്തിന് മനുഷ്യനോടുള്ള സ്നേഹത്തിന്റെ അടയാളമായിരുന്നു കൂട്ടായ്മ. എന്നാൽ ആ കൂട്ടായ്മയെ തകർത്ത് കളയുവാൻ തക്കവണ്ണം ഏദൻ തോട്ടത്തിൽ തുടങ്ങിയ ആ പോരാട്ടം എല്ലാ കാലഘട്ടത്തിലും പൈശാചിക മണ്ഡലത്തിൽ നിന്ന് ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ ദൈവസന്നിധിയിലെ ദൈവത്തോടുള്ള കൂട്ടായ്മ ബന്ധം പുലർത്തേണ്ടുന്നതിന് ഒരു ശത്രുവിന്റെ പോരാട്ടം തീർച്ചയായിട്ടുമുണ്ട്. അതിനെ അതിജീവിച്ചുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ അടുക്കിലേക്ക് നമുക്ക് എത്തിച്ചേരുവാൻ കഴിയുമ്പോൾ, ആ ഫെലോഷിപ്പിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയുമ്പോൾ, ആ ക്രിസ്തുവിൽ നമുക്ക് നൽകുന്ന സ്വാതന്ത്ര്യം ഹല്ലേലൂയ നമുക്ക് സന്തോഷത്തോടെ അനുഭവിപ്പാൻ കഴിയും. ദൈവ കൂട്ടായ്മയിലെ ഉൽപ്പന്നമാണ് ആത്മസന്തോഷം. ദൈവസന്നിധിയിലെ സന്തോഷത്തിന്റെ പരിപൂർണതയുണ്ട്. Glory to God. ദൈവസന്നിധിയിലെ വലതുഭാഗത്തെ പ്രമോദങ്ങൾ അനുഭവിപ്പാൻ ദൈവം നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. ജീവന്റെ മാർഗം ദൈവം നമുക്ക് കാണിച്ചു തരുമ്പോൾ അവിടെ നമുക്ക് ദൈവിക അനുഗ്രഹമുണ്ട്. Glory to God. കർത്താവിന്റെ കൂട്ടായ്മയിൽ നമ്മെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തനാണ്. പിതാവാം ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ആ പൂർത്തീകരണ പ്രക്രിയയിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും വ്യാപാരത്തിലാണ് ഒരു മനുഷ്യന്റെ ആത്മാവിന്റെ രക്ഷയുടെ പൂർത്തീകരണം സംഭവിക്കുന്നത്. 100 ആടൊരു മനുഷ്യനുണ്ട്. ആ ആടില് ഒരാട് നഷ്ടപ്പെട്ടപ്പോൾ ഹല്ലേലൂയ 99 നീക്കിയിട്ട് ആ കാണാതെ പോയ ഒന്നിനെ അന്വേഷിച്ചു വരികയാണ്. അതാണ് നമ്മുടെ ജീവിതത്തിൽ കർത്താവായ യേശുക്രിസ്തുവിലൂടെ സംഭവിച്ചത്. കാണാതെ പോയ എന്നെ തേടി സ്വർഗത്തിൽ നിന്ന് ദൈവപുത്രനായ ക്രിസ്തു ഇറങ്ങി വന്നു. ഹല്ലേലൂയ. എന്നെ കണ്ടെത്തും വരെയും എന്നെ അന്വേഷിക്കുന്നവനായ ദൈവത്തിന്റെ സ്നേഹം. അങ്ങനെ ആ കണ്ടെത്തലിൽ എനിക്ക് ലഭിക്കുന്നതാണ് സ്വർഗീയ സന്തോഷം, രക്ഷയുടെ സന്തോഷം. Glory to God. ആ സന്ദർഭ കഥ പറയുന്നതിന്റെ തൊട്ടടുത്ത് മറ്റൊരു കഥ പറയുന്നുണ്ട്. 10 ദ്രഹ്മയുടെ കഥ. 10 ദ്രഹ്മയിൽ 1 ദ്രഹ്മ എന്ത് ചെയ്യുന്നു? നഷ്ടപ്പെടുന്നു. ഹല്ലേലൂയ. ആദ്യത്തെ കഥയിൽ നമ്മൾ കാണുന്നത് 100 ആടിൽ 1 എന്ത് ചെയ്യുന്നു? നഷ്ടപ്പെടുന്നു. രണ്ടാമത് അതിനോട് ചേർത്ത് പറയുന്ന കഥയിൽ 10 ദ്രഹ്മയിൽ 1 എന്ത് ചെയ്യുന്നു? നഷ്ടപ്പെടുന്നു. ആ 1 ദ്രഹ്മ നഷ്ടപ്പെട്ട ദ്രഹ്മ തിരിച്ചു കിട്ടാനായിട്ട് വീട് മുഴുവനും എന്ത് ചെയ്യുന്നു? അടിച്ചു വാരുന്നു, അന്വേഷിക്കുന്നു. ആ 1 ദ്രഹ്മ കണ്ടെത്തിയപ്പോൾ ചുറ്റുപാടുമുള്ളവരെയൊക്കെ വിളിച്ചൊരു സന്തോഷം അനുഭവിക്കുന്നതായിട്ട് ആ സന്ദർഭ കഥ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ രക്ഷയുടെ സന്തോഷം. Glory to God. ആ ദ്രഹ്മ കണ്ടെത്തിയപ്പോൾ രക്ഷയുടെ സന്തോഷം പോലെ അത് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളത്തിലേക്ക് പകരപ്പെടുന്ന ഒരു അനുഭവം ആ സന്ദർഭ കഥയിൽ നമുക്ക് കാണാൻ കഴിയും. വീണ്ടും നമുക്ക് അതിൻ്റെ താഴേക്ക് നമ്മൾ വായിക്കുമ്പോൾ ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാമത്തെ അധ്യായത്തിലാണ് ആ സന്ദർഭ കഥ കിടക്കുന്നത്. അപ്പോൾ 2 മക്കളെ കുറിച്ച്, ഒരപ്പന് 2 മക്കൾ, അതിലൊരു മകൻ മുടിയനായ പുത്രൻ. നമുക്ക് ആ കഥകൾ അറിയാമല്ലോ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആദ്യം നമ്മൾ ആ കഥയിൽ പറയുന്നത് 100-ൽ 1, രണ്ടാമത് പറയുന്നത് 10-ൽ 1, മൂന്നാമത് പറയുന്നത് 2-ൽ 1. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
100-ൽ 1 നഷ്ടപ്പെട്ടു പോയ എന്നെ കണ്ടെത്തുവാൻ കർത്താവായ യേശു ക്രിസ്തു വന്നു. നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിന്റെ സന്തോഷം കൊണ്ടുവരുന്നത് ഹല്ലേലൂയ ആ നഷ്ടപ്പെട്ടു പോയ ആ അനുഭവത്തെ, ആ ദൈവത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് നിലനിൽക്കാൻ കഴിയാത്ത രീതിയിൽ എന്തെങ്കിലും പാപ സ്വഭാവം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സന്തോഷം നമുക്ക് അനുഭവിക്കാൻ കഴിയത്തില്ല. ആ നഷ്ടപ്പെട്ടു പോയത് തിരിച്ച് ലഭിക്കണമെങ്കിൽ ദൈവത്തോടുള്ള ഫെലോഷിപ്പ് നമുക്ക് തരുന്നത് പരിശുദ്ധാത്മാവാണ്, ആ രക്ഷയുടെ സന്തോഷം. മൂന്നാമത്തെ കഥയിൽ എന്താണ്? അപ്പനും 2 മക്കളും. അതിലൊരുവൻ എന്ത് ചെയ്യുന്നു? മുടിയനായ പുത്രനെ കുറിച്ച്. ആ മുടിയനായ പുത്രൻ മടങ്ങി വരുമ്പോൾ സ്തോത്രം, അവിടെ നമുക്കവിടെ കാണാൻ കഴിയുന്നത് പിതാപുത്ര ബന്ധമാണ്. സ്തോത്രം, ക്രിസ്തുവിലൂടെയുള്ള രക്ഷയും പരിശുദ്ധാത്മാവിലൂടെയുള്ള സന്തോഷവും പുത്രത്വത്തിന്റെ അനുഭവവും നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നത് ദൈവസന്നിധിയിലാണ്. ഗ്ലോറി ടു ഗാഡ്, ഹല്ലേലൂയ. കർത്താവിനെ രക്ഷിക്കുന്നു, പരിശുദ്ധാത്മാവിനെ രക്ഷയുടെ സന്തോഷം നൽകുന്നു, പിതാവിനോടുള്ള പുത്രത്വം നമുക്ക് നൽകുന്നു. ഗ്ലോറി ടു ഗാഡ്, ഹല്ലേലൂയ. 100-ൽ 1, അല്ലെങ്കിൽ 10-ൽ 1, 2-ൽ 1. ആ കഥ വിശദമായിട്ട് ദൈവം നമുക്ക് പിന്നത്തേതിൽ ധ്യാനിപ്പാൻ ഇടയാകട്ടെ. സ്തോത്രം, കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ നമ്മുടെ രക്ഷാപദ്ധതിക്കകത്ത് ആരൊക്കെ ഉണ്ട്? പിതാവാം ദൈവമുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ രക്ഷാപദ്ധതിക്കകത്ത് ആരുണ്ട്? പുത്രനാം ക്രിസ്തു ഉണ്ട്. നമ്മുടെ രക്ഷാപദ്ധതിക്കകത്ത് ആരുണ്ട്? പരിശുദ്ധാത്മാവാം ദൈവമുണ്ട്. 100-ൽ 1 അന്വേഷിപ്പാൻ പുത്രനായ ക്രിസ്തു, പരിശുദ്ധാത്മാവിന്റെ സന്തോഷം നമുക്ക് ലഭിപ്പാൻ തക്കവണ്ണം ഹല്ലേലൂയ നമ്മുടെ ഉള്ളത്തിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ്, പുത്രത്വം നമുക്ക് നൽകുന്നത് പിതാവിൽ നിന്നാണ്. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. അവിടെ അന്വേഷിച്ച് കണ്ടെത്തുന്നു, അന്വേഷിച്ച് ആ പരിശുദ്ധാത്മാവിന്റെ സന്തോഷം എന്ത് ചെയ്യുന്നു? പ്രാപിക്കുന്നു. മടങ്ങി വരവിലൂടെ പുത്രത്വത്തിന്റെ അനുഭവം നമുക്ക് ആസ്വദിപ്പാൻ കഴിയുന്നു. ദൈവത്തിങ്കിലേക്കുള്ള എല്ലാ മടങ്ങി വരവും അപ്പനും മക്കളും എന്നുള്ള സന്തോഷത്തിലേക്കുള്ള അനുഭവം നമുക്ക് ആസ്വദിപ്പാൻ കഴിയും. ദൈവഭവനത്തിലേക്ക് നമ്മൾ മടങ്ങി വരുമ്പോൾ, ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുമ്പോൾ അവിടെ ഒരു വലിയ വിരുന്ന് എന്ത് ചെയ്യുന്നു? ഉണ്ടാകുന്നു. ആ വിരുന്നിൽ സന്തോഷിക്കുന്ന ഒരു അനുഭവം. അതുപോലെ ദൈവത്തിന്റെ സന്നിധിയിലും സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തുവേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന ആ ഫെലോഷിപ്പ് നമുക്ക് അനുഭവിപ്പാൻ കഴിയും. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. അവിടെയല്ലോ ദൈവം അനുഗ്രഹവും ശാശ്വതമായ ജീവനെയും വച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ കൂട്ടായ്മയുടെ മധ്യത്തിൽ ദൈവികമായിട്ടുള്ള അനുഗ്രഹവും ശാശ്വതമായ ജീവനെയും ദൈവം വച്ചിരിക്കുന്നു. ഹല്ലേലൂയ. തിരുസന്നിധിയിൽ നമുക്കായിരിക്കാൻ കഴിയുന്നത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പദവിയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏദൻ തോട്ടത്തിൽ ദൈവം മനുഷ്യനോടുള്ള ഫെലോഷിപ്പിന് വേണ്ടി എല്ലാ ദിവസവും മനുഷ്യനുമായിട്ട് സംസർഗം പുലർത്തേണ്ടുന്നതിന് സ്വർഗത്തിൽ നിന്ന് ദൈവം ഇറങ്ങി വരുന്നതായി നമുക്ക് ആ വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ അവിടെ മനുഷ്യനും ദൈവം തമ്മിലുള്ള ആ ബന്ധത്തിന് വിഘ്നമുണ്ടാക്കുവാൻ തക്കവണ്ണം പിശാച് മനുഷ്യനെ എന്ത് ചെയ്യുന്നു? പാപത്തിലേക്ക് വഞ്ചിക്കുന്നു. അനുസരണക്കേടെന്ന പാപമാണ് അവിടെ മനുഷ്യനിൽ എന്ത് ചെയ്യുന്നത്? ദൈവം പറഞ്ഞ കാര്യം അനുസരിക്കാതെ പിശാച് പറഞ്ഞ കാര്യം എന്ത് ചെയ്യുന്നു? അനുസരിക്കുന്നു. ആ അനുസരണക്കേട് നിമിത്തം ദൈവത്തോടുള്ള ഫെലോഷിപ്പ് എന്ത് ചെയ്യാണ്? നഷ്ടപ്പെടുകയാണ്. അന്നും ഇന്നും എല്ലാ കാലവും പിശാച് ഇതേ കാര്യത്തെ എന്ത് ചെയ്യുന്നു? ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് ദൈവം കൊടുത്ത കൃപയ്ക്കൊത്തവണ്ണം ദൈവികമായ ശുശ്രൂഷയിലേക്ക് ജനത്തെ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ലേഖനം എഴുതുമ്പോൾ 2 കൊരിന്ത്യർ 11-ാമത്തെ അധ്യായത്തിൽ നമുക്ക് വരാം. അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ എൻ്റെ പക്കൽ അസാരം ബുദ്ധിഹീനത പുറത്തു കൊണ്ടാൽ കൊള്ളായിരുന്നു. അതെ, നിങ്ങൾ എന്നെ പുറത്തു കൊള്ളുന്നുവല്ലോ. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ, നേരത്തെ ഞാൻ സൂചിപ്പിച്ച ആ കാര്യത്തിലേക്ക് ഇവിടെ വരികയാണ്. ഏദൻ തോട്ടത്തിൽ ദൈവം മനുഷ്യനുമായിട്ടുള്ള ആ കൂട്ടായ്മ ബന്ധത്തെ തകർത്ത് കളയുവാൻ സർപ്പം ഉപായത്താൽ ഹവ്വയെ ചതിച്ചു. ഹല്ലേലൂയ. അതേ പദമാണ് പൗലോസ് അപ്പോസ്തലൻ ലേഖനം എഴുതുമ്പോൾ കൊരിന്ത് സഭയ്ക്ക് വേണ്ടി ലേഖനം എഴുതുന്ന സമയത്തിൽ ഇതിനെ സൂചിപ്പിക്കുന്നു. ഹല്ലേലൂയ. സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ
നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടും. ക്രിസ്തു എന്ന ഏക പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന അനുഭവമാണ് മണവാട്ടി സഭയ്ക്കുള്ളത്. ഹല്ലേലൂയ. എന്നാൽ ഈ മണവാട്ടി സഭയെ പൗലോസ് എന്തിനോട് ചിത്രീകരിക്കുന്നു? ഹവ്വയുമായി ചിത്രീകരിക്കും. ഇവിടെ മണവാളൻ ആരാണ്? ക്രിസ്തുവാണ്. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ ക്രിസ്തു എന്ന മണവാളന് വേണ്ടി മണവാട്ടിയെ ഒരുക്കുമ്പോൾ ഈ മണവാട്ടിയുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഭാരപ്പെടുന്നത് ഏദൻ തോട്ടത്തിൽ ഹവ്വയെ പിശാച് എന്ത് ചെയ്യുന്നു? വഞ്ചിക്കുന്നത് പോലെ മണവാട്ടി സഭയെ വഞ്ചിക്കുമോ എന്ന് പൗലോസ് എന്ത് ചെയ്യുന്നു? ഭാരപ്പെടും. സെയിം കാര്യമാണ്. ഗ്ലോറി ടു ഗോഡ്. വീണ്ടും അതിന്റെ 1-ാം വാക്യത്തിലേക്ക് നമുക്ക് വീണ്ടും മടങ്ങി വരാം. നിങ്ങൾ എൻ്റെ പക്കൽ അസാരം ബുദ്ധിഹീനത പുറത്തു കൊണ്ടാൽ കൊള്ളായിരുന്നു. അഡ്വാൻസ് ആയിട്ട് അവിടെ പൗലോസ് എന്ത് ചെയ്യാണ്? ജാമ്യം എടുത്തുകൊണ്ട് സംസാരിക്കുകയാണ്. എന്താണ്? പ്രിയമുള്ളവരെ, ഞാനിപ്പോ സംസാരിക്കാൻ പോകുന്ന ഒരു കാര്യം താൻ തന്നെ പറയുന്നു. ഒരു ചെറിയ ബുദ്ധിഹീനത പോലെ ഒരു സംസാരമാണ്. എന്തായിരുന്നു? ചിലരെ കുറിച്ച് എന്ത് ചെയ്യുന്നു? പൗലോസ് ചില സത്യം എന്ത് ചെയ്യാൻ പോവാണ്? വെളിപ്പെടുത്താൻ പോകുകയാണ്. ഈ ഉപായത്താൽ സർപ്പം ഹവ്വയെ ചതിച്ചതുപോലെ മണവാട്ടി സഭയെ ചതിക്കുന്നത് ആരായിരിക്കുമെന്ന് പൗലോസ് വെളിപ്പെടുത്തുമ്പോൾ ഇവിടെ ഒരു ജാമ്യം എടുത്തുകൊണ്ട് സംസാരിക്കുകയാണ്. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം അസാരമായ ഒരു ബുദ്ധിഹീനതയാണ്. അത് ഞാൻ വെളിപ്പെടുത്തുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? എന്നോട് ക്ഷമിക്കണം. ഞാൻ അത് പറയുമ്പോൾ നിങ്ങൾക്ക് എന്നോട് പ്രത്യേകിച്ച് ഒരു വിദ്വേഷമൊന്നും എന്ത് ചെയ്യില്ലേ? ഉണ്ടാകരുതെന്നൊരു ജാമ്യത്തോടു കൂടി പറയുകയാണ്. നിങ്ങൾ എന്നെ പുറത്തു കൊള്ളുന്നുവല്ലോ. ഇപ്പൊ പലപ്പോഴും പല കാര്യങ്ങളും അപ്പോസ്തലനായ പൗലോസ് മറച്ചു വെക്കുകയല്ല. ജനം ശരിയായ രീതിയിൽ സത്യങ്ങൾ അറിഞ്ഞ് ദൈവത്തെ അനുഗമിക്കേണ്ടുന്നതിന് വേണ്ടി അതിൻ്റെ ശരി തെറ്റു വശങ്ങളൊക്കെ മുഖത്ത് നോക്കി കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? സംസാരിക്കാൻ താല്പര്യമുള്ള, അല്ലെങ്കിൽ മറ പൊരുളില്ലാതെ സത്യം വിളിച്ചു പറയുന്ന ഒരു അഭിഷിക്തനായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. ഹല്ലേലൂയ. അങ്ങനെ ഇവിടെ ആ കാര്യം ജാമ്യം എടുത്തുകൊണ്ട് തന്നെ സംസാരിച്ചിട്ട്, എന്തുകൊണ്ടാണ് ഞാനിത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങൾ എനിക്ക് ദൈവത്തിനും വിലപ്പെട്ടവരാണ്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. കാരണം എന്താ? ദൈവത്തോടുള്ള ഫെലോഷിപ്പിൽ ഇവർ ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല? നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. കാരണം ഇവിടെ ഏദൻ തോട്ടം മുതൽ മനുഷ്യൻ ദൈവവുമായിട്ടുള്ള, ദൈവം മനുഷ്യനുമായിട്ടുള്ള ആ ഫെലോഷിപ്പിനെ തകർത്ത് കളയാൻ പിശാച് എന്ത് ചെയ്യുന്നു? പദ്ധതികൾ ഇടുമ്പോൾ, ഗ്ലോറി ടു ഗോഡ്, ഇവിടെ ക്രിസ്തുയേശുവിലൂടെ രൂപപ്പെട്ടിരിക്കുന്ന മണവാട്ടി സഭ, ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. ഹവ്വായ്ക്ക് ആദാം എന്നതുപോലെ മണവാട്ടി സഭയ്ക്ക് ഒരു മണവാളനുണ്ട്. ഈ മണവാളനോട് ഏകാഗ്രതയും നിർമ്മലതയും ഉണ്ട്. ഏദൻ തോട്ടത്തിൽ ഹവ്വ ആദാമിൽ നിന്നൊരു അകൽച്ച ഉണ്ടായപ്പോഴാണ് പിശാച് അവിടെ എന്ത് ചെയ്യുന്നത്? പ്രവേശിക്കുന്നത്. അതുപോലെ മണവാട്ടി സഭയ്ക്ക് ക്രിസ്തുവിൽ നിന്ന് യാതൊരു കാരണവശാലും അകൽച്ച എന്ത് ചെയ്യാൻ പാടില്ല? ഉണ്ടാകാൻ പാടില്ല. എന്ന് കഴിഞ്ഞാൽ അവിടെ പിശാച് എന്ത് ചെയ്യും? പ്രവേശിക്കുകയും ആ ഫെലോഷിപ്പിന് വിഘ്നം എന്ത് ചെയ്യും? ഉണ്ടാക്കുകയും ചെയ്യുമെന്നുള്ള കാര്യം പൗലോസ് മനസ്സിലാക്കിയിട്ട് ഇവിടെ പറയാണ്, ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഇവിടെ ഒരു മനുഷ്യനായ അപ്പോസ്തലനായ പൗലോസ് ദൈവഹൃദയത്തിൽ ഉള്ള എരിവ് പോലെ ആ സഭയെ കുറിച്ച് എന്ത് ചെയ്യാണ്? പൗലോസിന്റെ ഹൃദയത്തിൽ ഒരു എരിവ്. എന്നിട്ട് താൻ അവിടെ പറയുന്നു, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷൻ. മണവാട്ടി സഭയ്ക്ക് ഏക പുരുഷനാണ്. ഹല്ലേലൂയ. ദൈവസഭയ്ക്കുള്ള ഏക പുരുഷൻ എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. മറ്റൊരു ക്രിസ്തു ഇല്ല, മറ്റൊരു സുവിശേഷമില്ല. താഴേക്ക് വരുമ്പോൾ അത് വ്യക്തമായിട്ട് പൗലോസ് അത് പറയുന്നുണ്ട്. അപ്പോൾ ആ ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. 3-ാമത്തെ വാക്യം, എന്നാൽ സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഓരോ പറയാ, ഞാൻ ഭയപ്പെടുകയാണ്. ക്രിസ്തുവിനോടുള്ള നിർമ്മലതയും ഏകാഗ്രതയും വിട്ട് വഷളായി പോകുമോ എന്ന്
പൗലോസ് ഭയപ്പെട്ടിട്ട് 4-ാമത്തെ വാക്യത്തിൽ അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്: ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരാത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. ഇവിടെ ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കും. അപ്പോൾ സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ മണവാട്ടി സഭയെ ചതിക്കാൻ ആര് വരുമെന്നാണ് ഇവിടെ പൗലോസ് പറയുന്നത്. മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുന്നവൻ അവന്റെ പിറകിൽ വ്യാപരിക്കുന്നത് ആരാണ്? ഏദൻ തോട്ടത്തിൽ ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തെ തകർത്ത അതേ സർപ്പം വരുമെന്നാണ് പൗലോസ് എന്ത് ചെയ്യുന്നത്. ആ സർപ്പം ആരെ പ്രസംഗിക്കും? യേശുവിനെ പ്രസംഗിക്കും. അപ്പൊ സർപ്പത്തിന് യേശുവിനെ പ്രസംഗിക്കാൻ കഴിയും? ഇവിടെ പൗലോസ് പറയുന്നു, സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ എന്ന് പറഞ്ഞിട്ട് 4-ാം വാക്യത്തിൽ ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ. അപ്പോൾ ഞങ്ങൾ പ്രസംഗിച്ച ഒരു യേശുവാണ്. ക്രിസ്തുവിനെ കുറിച്ചിട്ടുള്ള ശരിയായ ദർശനം പ്രാപിച്ച് പ്രസംഗിച്ച പ്രസംഗമാണ് അഭിഷേകം പ്രാപിച്ച അഭിഷിക്തന്മാരായ അപ്പോസ്തലന്മാർ പ്രസംഗിച്ചത്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ധ്യാനിക്കുന്ന വിഷയത്തിൽ യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷയും യേശുക്രിസ്തുവിലൂടെയുള്ള നീതീകരണവും വളരെ പ്രധാനപ്പെട്ട സുവിശേഷത്തിന്റെ ഭാഗമാണ്. ഈ ഭാഗങ്ങളാണ് പൗലോസ് എന്ത് ചെയ്യുന്നത്? ജനത്തെ പഠിപ്പിക്കുന്നത്. എന്നാൽ ജനഹൃദയത്തിന്റെ ആഗ്രഹം എന്താണ്? അവർക്ക് ഭൗമികമായ ചില കാര്യങ്ങൾ എന്ത് ചെയ്യണം? അവർക്ക് ലഭിക്കണം. ആ ലഭിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ പോകുന്നവരെ സർപ്പം ഹവ്വയെ ഉപായത്താൽ വഞ്ചിച്ചതുപോലെ തന്നെ മറ്റൊരു സുവിശേഷവും കൊണ്ട് സർപ്പം പ്രവേശിച്ചതുപോലെ തന്നെ എന്ത് ചെയ്യും? ജനത്തിന്റെ ഇടയിൽ എന്ത് ചെയ്യും? പ്രവേശിക്കും. ഈ പ്രവേശിക്കുന്ന കാര്യത്തെക്കുറിച്ച് പൗലോസ് വെളിപ്പെടുത്തുമ്പോൾ കൊരിന്ത് സഭയിലുള്ളവരോട് പറയുന്നു, ഞാൻ ഈ പറയുന്ന കാര്യം, ഈ ബുദ്ധിഹീനത പോലെ ഈ പറയുന്ന കാര്യം നിങ്ങൾ പുറത്തു കൊണ്ടാൽ നന്നായിരുന്നു. നിങ്ങൾ പൊറുക്കുന്നുവല്ലോ. പക്ഷെ ഇവിടെ വേറെ താഴേക്ക് വരുമ്പോൾ പറയുന്നു, ഇങ്ങനെ നിങ്ങൾ മറ്റൊരു സുവിശേഷം കേൾക്കുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. ഹല്ലേലൂയ. ഈ മറ്റൊരു സുവിശേഷം പറയുമ്പോൾ ആൾക്കാർക്ക് എന്താണ്? വളരെ സന്തോഷമാണ്. സത്യസുവിശേഷം പറയുമ്പോൾ ആൾക്കാർക്ക് എന്ത് പറ്റും? കുഴപ്പമുണ്ടാകും. ഇവിടെ പൗലോസ് പറയുന്നു, മറ്റൊരു യേശുവിനെ കൊണ്ട് വന്നപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങൾ സ്വീകരിക്കുന്നു. പക്ഷെ ശരിയായ സുവിശേഷവുമായിട്ട് വരുന്ന ഞങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല? സ്വീകരിക്കുന്നില്ല. അത് അന്നും ഇന്നും എല്ലാ കാലത്തിലുള്ളൊരു വിഷയമാണ്. ഇവിടെ കൃത്യമായിട്ട് അവിടെ പറയുന്നു, ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ. അപ്പോൾ ഇവിടെ മറ്റൊരു യേശു എന്ന് പറയുന്ന പദം ഇവിടെ കിടക്കും. ഗ്ലോറി ടു ഗോഡ്. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നിത്യജീവന്റെ വിഷയമാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരാത്മാവ്. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന എന്താത്മാവാണ്? പരിശുദ്ധാത്മാവ്. ഇവിടെ ആത്മാവിനും മറ്റൊരാത്മാവിനെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. ഹല്ലേലൂയ. മറ്റൊരു യേശുവിനെ കുറിച്ചും മറ്റൊരാത്മാവിനെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പോ നമ്മൾ പ്രാപിക്കുമ്പോൾ ശരിയായ സുവിശേഷത്തിലൂടെ യേശുവിനെ പ്രാപിക്കണം. ശരിയായ സുവിശേഷത്തിലൂടെയുള്ള പരിശുദ്ധാത്മാവിനെ നമ്മൾ പ്രാപിക്കണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? വഞ്ചിക്കപ്പെടും. ഗ്ലോറി ടു ഗോഡ്. ആരാ വരുന്നത്? ഈ വ്യക്തിയിൽ വരുന്നത് ആരാണ്? ഏദൻ തോട്ടത്തിൽ ഹവ്വയെ വഞ്ചിച്ച സർപ്പം തന്നെയാണ് വരുന്നതെന്നാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? പൗലോസ് വെളിപ്പെടുത്തുന്നത്. എങ്ങനെ വരും? യേശുവിനെയും കൊണ്ടുവരും. യേശുവിന്റെ സുവിശേഷവും കൊണ്ട് എന്ത് ചെയ്യും? വരും. കർത്താവ് തന്നെ അത് പറഞ്ഞിട്ടുണ്ടോ നോക്കാം. പൗലോസ് പറഞ്ഞ കാര്യമാണല്ലോ നമ്മളിവിടെ ചിന്തിക്കുന്നത്. അപ്പൊ കർത്താവ് ഈ കാര്യത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ മത്തായി എഴുതിയ സുവിശേഷം 24-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യത്തിൽ, ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എന്റെ പേരെടുത്തു വന്ന് പലരെയും തെറ്റി. യേശു പറഞ്ഞ വാക്കാണ്. യേശു പറയുന്നത് എന്താണ്? ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ്. അതിനർത്ഥം യേശു ആണ് യഥാർത്ഥ ക്രിസ്തു എന്ന് പറഞ്ഞ് തെളിയിക്കാൻ എന്ത് ചെയ്യും? ഈ പറയുന്ന വ്യക്തിക്ക് കഴിയും. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് തെളിയിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും? വഞ്ചിക്കും. ക്രിസ്തുവിന്റെ നാമത്തിൽ വഞ്ചിക്കും. ഞാൻ ക്രിസ്തു ആണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞു ബോധ്യപ്പെടുത്തി നിങ്ങൾ എന്ത് ചെയ്യും? വഞ്ചിക്കും. ഇതാരാ പറഞ്ഞ്? കർത്താവ്. ജാതികളുടെ ഇടയിൽ ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ ആരും ആ ആളിനെ എന്ത് ചെയ്യത്തില്ല?
വിശ്വസിക്കത്തില്ല. കാരണം നമ്മൾ യേശുവിനെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ മനസ്സിലാക്കി വിശ്വസിക്കുന്നു. പക്ഷെ യഹൂദന്മാരുടെ ഇടയിൽ യഹൂദന്മാർ മെശിഹ ഇന്ന് വരെ എന്ത് ചെയ്തിട്ടില്ല? വിശ്വസിച്ചിട്ടില്ലാത്തത് കൊണ്ട് ഞാനാണ് മെശിഹ എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേങ്കിൽ അവൻ എന്ത് ചെയ്യും? വിശ്വസിക്കും. അപ്പോൾ ജാതികളായിരിക്കുന്ന പുറംജാതിക്കാരായിരിക്കുന്നവരുടെ ഇടയിൽ യഥാർത്ഥമായ ക്രിസ്തുവിനെ തന്നെ വെളിപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ഇവനെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? വഞ്ചിക്കാൻ പറ്റത്തുള്ളൂ. അതാണ് കർത്താവ് അവിടെ പറയുന്നത്. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് എന്നെ ക്രിസ്തു ആണെന്ന് അവൻ എന്ത് ചെയ്യും? പ്രൂവ് ചെയ്തിട്ട് നിന്നെ വഞ്ചിക്കും. ബി കെയർഫുൾ, സൂക്ഷിച്ചോ. ഗ്ലോറി ടു ഗോഡ്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നതാണ്, ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. അതിന്റെ 13ഉം 14ഉം വാക്യത്തിലോട്ട് നമുക്ക് വീണ്ടും വരാം. ഇങ്ങനെയുള്ളവർ കള്ള അപ്പോസ്തലന്മാർ. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം നിങ്ങളൊന്ന് പുറത്താൽ കൊള്ളായിരുന്നു. ഉള്ള കാര്യം പൊളിച്ച് പൗലോസ് എന്ത് ചെയ്യാണ്? കൊരിന്ത് സഭയിലെ വിശ്വാസികളോട് പറയാണ്. ഈ മറ്റൊരു യേശുവിനെയും കൊണ്ട് വരുന്നു. ഗ്ലോറി ടു ഗോഡ്. മറ്റൊരാത്മാവിനെയും കൊണ്ട് എന്ത് ചെയ്യുന്നു? വരുന്നു. ആ വരുന്ന വ്യക്തിയുടെ പുറകിൽ ആരാണെന്ന് പൗലോസ് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു? പറയുന്നു. സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ യേശുവിന്റെ നാമത്തിൽ വരും. ഗ്ലോറി ടു ഗോഡ്. ആ വ്യക്തികളെ പൗലോസ് തുറന്നടിച്ച് കാര്യം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഇങ്ങനെയുള്ളവർ കള്ള അപ്പോസ്തലന്മാർ. രണ്ടാമത് പറയുന്നത് എന്താണ്? കപട വേലക്കാർ. ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നവരത്രേ. പിന്നെ പറയുന്നത് എന്താണ്? അത് ആശ്ചര്യമല്ല. കാര്യം എന്താണ്? സാത്താൻ താനും വെളിച്ച ദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. അപ്പൊ ഈ വേഷം ആരാണ് ധരിച്ചിരിക്കണേ? സാത്താൻ ആരെ വേഷം ധരിച്ചു? അപ്പോസ്തലന്റെ വേഷം ധരിച്ചു. സാത്താൻ ആരെ വേഷം ധരിച്ചു? വേലക്കാരൻ, കർത്താവിന്റെ വേലക്കാരന്റെ വേഷം എന്ത് ചെയ്തു? ധരിച്ചു. ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ വേഷം എന്ത് ചെയ്തു? ധരിച്ചു. ആരാണ് ധരിച്ചിരിക്കുന്നത്? സർപ്പം. എന്താണ് സംസാരിക്കുന്നത്? യേശുവിനെ കുറിച്ച്. ഹല്ലേലൂയ. രക്ഷയെക്കുറിച്ചോ നീതിയെക്കുറിച്ചോ ശുദ്ധീകരണത്തെക്കുറിച്ചോ തേജസ്കരണത്തെക്കുറിച്ചോ ആത്മാവിന്റെ രക്ഷയെക്കുറിച്ചോ നിത്യതയെക്കുറിച്ചോ ക്രൂശിന്റെ വചനത്തെക്കുറിച്ചോ ഇങ്ങനെയുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങൾ വെളിപ്പെടുത്താതെ പച്ചമലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസ്പെറിറ്റി ഗോസ്പൽ പ്രസംഗിക്കപ്പെടുന്നു. അന്നും അത് പ്രസംഗിച്ചു. അന്നും അവിടെ എന്ത് ചെയ്യുന്നു? മറ്റൊരാത്മാവിന്റെ പകർച്ച അവിടെ എന്ത് ചെയ്തു? ഉണ്ടായി. പൗലോസ് കൃത്യമായിട്ട് കൊരിന്ത് സഭയിലെ വിശ്വാസികളെ തിരുത്തിയെടുക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ പുറത്തു കൊണ്ടാൽ കൊള്ളായിരുന്നു. മറ്റൊരു യേശുവിനെയും കൊണ്ടുവരുമ്പോൾ അവർ ചെയ്യുന്ന ശുശ്രൂഷയും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടല്ലോ? പൊറുക്കുന്നുണ്ടല്ലോ. വഞ്ചിക്കപ്പെടരുത്. എങ്ങനെ വഞ്ചിക്കുന്ന പറഞ്ഞ്? ഏദൻ തോട്ടത്തിലെ സാത്താനാണ് എന്ത് ചെയ്യുന്നത്? മണവാട്ടി സഭയെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകത്തക്കവണ്ണം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ വഷളായി പോയാൽ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുമോ? എന്തിനാൽ വഷളായി പോകുന്നു? മറ്റൊരു യേശുവിനാൽ തന്നെ വഷളായി പോകുന്നു. മറ്റൊരു സുവിശേഷത്താൽ വഷളായി പോകുന്നു. മറ്റൊരാത്മാവിനാൽ വഷളായി പോകുന്നു. അവർ എങ്ങനെ വരും? കള്ള അപ്പോസ്തലന്മാർ, കപട വേലക്കാർ, ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നവർ. അത് ആശ്ചര്യമല്ല. കാരണം സാത്താൻ താനും വെളിച്ച ദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. ആകയാൽ അവന്റെ ശുശ്രൂഷക്കാർ. ആരെ ശുശ്രൂഷക്കാരാണ് ഇത്? അവന്റെ ശുശ്രൂഷക്കാർ സാത്താന്റെ ശുശ്രൂഷക്കാരാണ്, ദൈവത്തിന്റെ ശുശ്രൂഷക്കാരല്ല. കാര്യം മനസ്സിലാകുന്നുണ്ടോ? വചനത്തിൽ നിന്നാ പറയണം. ഗ്ലോറി ടു ഗോഡ്. ഇവിടെ പറയുന്ന അവന്റെ ശുശ്രൂഷക്കാർ. ആരെ ശുശ്രൂഷക്കാർ? സാത്താന്റെ ശുശ്രൂഷക്കാർ. സാത്താന്റെ ശുശ്രൂഷക്കാർ ആരെ പ്രസംഗിക്കുന്നു? യേശുവിനെ പ്രസംഗിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. അവൻ വെളിച്ചദൂതന്റെ വേഷം എന്ത് ചെയ്യുന്നു? ധരിക്കുന്നു. ആകയാൽ അവന്റെ ശുശ്രൂഷക്കാർ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം. അപ്പൊ നീതിയുടെ ശുശ്രൂഷക്കാരുണ്ട്. ആ നീതിയുടെ ശുശ്രൂഷക്കാരുടെ അതേ വേഷം സാത്താന്റെ ശുശ്രൂഷക്കാരും എന്ത് ചെയ്യും? എടുത്തിടും. ജനം പെട്ടുപോകും. അത് അതിശയമല്ല. പക്ഷേ അവരുടെ അവസാനം, അവരുടെ പ്രവർത്തികൾ ഒത്തതായിരിക്കും. പൗലോസ് അവിടെ പറഞ്ഞു നിർത്തുകയാണ്, ജനം ദൈവത്തെ ഹല്ലേലൂയ അന്വേഷിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ, കൂട്ടായ്മ ബന്ധം പുലർത്തുമ്പോൾ ശത്രു ഹവ്വയെ ഉപായത്താൽ വഞ്ചിച്ചതുപോലെ യേശുവിന്റെ നാമത്തിൽ തന്നെ വഞ്ചിക്കുന്ന കാര്യത്തിൽ നിന്ന് ജനം എന്ത് ചെയ്യണം? വിടുതൽ പ്രാപിക്കണം. ഇല്ലെങ്കിൽ
കർത്താവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകും. ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ധ്യാനിക്കുന്ന വിഷയം ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് 3-ാമത്തെ അധ്യായത്തിലെ ഭാഗത്തിൽ നിന്നാണ് നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന്റെ 3-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യത്തിൽ, ജീവിപ്പിപ്പാൻ കഴിയുന്ന ഒരു ന്യായപ്രമാണം നൽകിയിരുന്നുവെങ്കിൽ ന്യായപ്രമാണം വാസ്തവമായി നീതിക്ക് ആധാരമാകുമായിരുന്നു. ഇവിടെ ന്യായപ്രമാണം ദൈവം മനുഷ്യന് കൊടുക്കുന്നത്, ന്യായപ്രമാണത്തിന് 2 വശങ്ങളുണ്ട്. ഒന്ന് നിത്യജീവൻ, മറ്റൊന്ന് നിത്യ മരണം. ഈ 2 വശങ്ങളാണ് ന്യായപ്രമാണത്തിലുള്ളത്. 2 വശങ്ങളേ ഉള്ളൂ. ഈ ന്യായപ്രമാണം ലഭിച്ചത് ആർക്കാണ്? യഹൂദ ജനതയ്ക്കാണ്. യഹൂദ ജനതയ്ക്ക് ലഭിക്കാൻ കാരണം എന്താണ്? അബ്രഹാം നിമിത്തമാണ്. അബ്രഹാം ദൈവത്തിൽ പ്രസാദം അബ്രഹാമിന് ലഭിച്ചപ്പോൾ അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്ത പ്രകാരമാണ് ന്യായപ്രമാണം തന്നിൽ നിന്ന് ഉത്ഭവിച്ചു വന്ന സന്തതികൾക്ക് ദൈവം കൊടുക്കുന്നു. പുറം ജാതിക്കാർക്ക് ന്യായപ്രമാണം എന്ത് ചെയ്യുന്നില്ല, ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് അവർ ബഹുവിധമായ ദൈവസങ്കല്പങ്ങളിൽ, ബഹുവിധമായ ആരാധനാ കാര്യങ്ങളിലേക്ക് എന്ത് ചെയ്തു? അവർ പ്രവേശിക്കുന്നു. ഏകസത്യ ദൈവമായിട്ട് ബന്ധം പുലർത്താൻ ദൈവം അബ്രഹാമിൽ നിന്ന് ഉത്ഭവിച്ചു വന്ന ഒരു കുലത്തിന് മാത്രമേ ദൈവം ആ അനുമതി എന്ത് ചെയ്യുന്നുള്ളൂ, കൊടുത്തിരുന്നു. അത് ദൈവത്തെ അബ്രഹാം പ്രസാദിപ്പിച്ചിരുന്നു, ദൈവം അബ്രഹാമിലും പ്രസാദിച്ചു. അതുകൊണ്ടാണ് ഗ്ലോറി ടു ഗോഡ്. എന്നാൽ ന്യായപ്രമാണം കൊടുക്കുന്നതിന് മുന്നമേ തന്നെ ദൈവം സകല മനുഷ്യർക്കും ദൈവമായിരിക്കുന്നത് കൊണ്ട് വിശ്വാസ നീതീകരണം യേശുക്രിസ്തുവിലൂടെ ലഭ്യമാകുന്ന കാര്യത്തെക്കുറിച്ച് അബ്രഹാമിന് ആ സുവിശേഷം ദൈവം മുൻപ് കൂട്ടി എന്ത് ചെയ്യുന്നു? അബ്രഹാമിന് ദൈവം കൊടുത്തിരുന്നു. വിശ്വാസത്താൽ ആത്മാവിന്റെ രക്ഷ യേശുക്രിസ്തുവിലൂടെ പ്രാപിക്കാൻ സാധ്യമാണ് എന്നുള്ളത് അബ്രഹാമിന്റെ സന്തതിയായ ഇസഹാക്ക് നിഴലായി, ഇസഹാക്കിന് പൊരുളായ ക്രിസ്തുവിലൂടെ വിശ്വാസ നീതീകരണം പ്രാപിപ്പാൻ യഹൂദനും യവനനും ഏത് പുറംജാതിക്കാർക്കുള്ളവർക്കും സൗജന്യമായ നീതീകരണത്തെ കുറിച്ച് എന്ത് ചെയ്യാണ് അവിടെ പറയാം. ഇവിടെ നമ്മൾ ഇപ്പോൾ വായിച്ചത്, ജീവിപ്പിപ്പാൻ കഴിയുന്ന ഒരു ന്യായപ്രമാണം നൽകിയിരുന്നുവെങ്കിൽ ന്യായപ്രമാണം വാസ്തവമായി നീതിക്ക് ആധാരമാകുമായിരുന്നു. എന്ത് നീതിക്ക്? ന്യായപ്രമാണം അനുസരിക്കുന്നവൻ അതിനാൽ എന്ത് ചെയ്യും? ജീവിക്കും. നിത്യജീവന് ന്യായപ്രമാണം എന്തായി നിന്നനെ? ആധാരമായി നിന്നനെ. അങ്ങനെയെങ്കിൽ മറ്റൊരു വിശ്വാസപ്രകാരം നീതീകരണം ലഭിക്കേണ്ടുന്നതിന് പുത്രനായ ക്രിസ്തു മരിക്കേണ്ട ആവശ്യം വരില്ലായിരുന്നു. ന്യായപ്രമാണം മാത്രം മതിയായിരുന്നു. എന്നാലോ ജീവിപ്പിപ്പാൻ കഴിയുന്ന ഒരു ന്യായപ്രമാണം, അതായത് മനുഷ്യൻ ന്യായപ്രമാണത്തെ അനുസരിച്ച് കൊണ്ട് നിത്യജീവൻ പ്രാപിക്കാൻ കഴിയാത്തൊരു ബുദ്ധിമുട്ട് എന്ത് ചെയ്തു? ഉണ്ടായി. ഗ്ലോറി ടു ഗോഡ്. നമ്മൾ റോമർക്ക് എഴുതിയ ലേഖനം 7-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ നമുക്ക് ആ ഭാഗത്തിൽ വായിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ അത് മനസ്സിലാക്കി എടുക്കാനായിട്ട് കഴിയും. റോമർക്ക് എഴുതിയ ലേഖനം 7-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം, ആകയാൽ നാം എന്തു പറയേണ്ടു? ന്യായപ്രമാണം പാപമെന്നോ? ഒരു നാളും അരുത്. അപ്പോൾ ന്യായപ്രമാണം അല്ല പാപം, ന്യായപ്രമാണം വിശുദ്ധമാണ്. ദൈവം കൊടുത്ത കൽപ്പനകളും ചട്ടങ്ങളും ഉപദേശങ്ങളും പ്രമാണങ്ങളും ഒരു മനുഷ്യൻ തെറ്റിലകപ്പെട്ടു പോയാൽ ആ തെറ്റിന് പരിഹാരം ഉണ്ടാകേണ്ടുന്നതിനുള്ള യാഗങ്ങൾ, മറ്റു ബഹുവിധമായ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? ന്യായപ്രമാണ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവവുമായിട്ടുള്ള ബന്ധം പുലർത്തേണ്ടുന്നതിനാണ് അത് ചെയ്തത്. അപ്പോൾ ഇവിടെ വായിക്കുന്നതാണ്, ന്യായപ്രമാണം പാപമെന്നോ ഒരു നാളും അരുത്, എങ്കിലും ന്യായപ്രമാണത്താൽ അല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞില്ല. മോഹിക്കരുതെന്ന് ന്യായപ്രമാണം പറയാതിരുന്നെങ്കിൽ ഞാൻ മോഹത്തെ അറിയുകയില്ലായിരുന്നു. പ്രമാണം എന്ത് ചെയ്തു? മോഹിക്കരുതെന്ന് പറഞ്ഞിടത്താണ് മോഹം എന്താണെന്നുള്ള കാര്യത്തിന്റെ ശക്തി എന്ത് ചെയ്യുന്നത്? മനുഷ്യൻ അറിയുന്നു. ഹല്ലേലൂയ. എന്നാൽ പാപമോ അവസരം ലഭിച്ചിട്ട് ന്യായപ്രമാണത്തിന്റെ കൽപ്പനയാൽ എന്നിൽ സകലവിധ മോഹത്തെ എന്ത് ചെയ്തു? ജനിപ്പിച്ചു. ന്യായപ്രമാണം കൂടാതെ പാപം നിർജീവമാകും. ന്യായപ്രമാണം ലഭിച്ചിട്ടുള്ളവർക്ക് മാത്രമാണ് ഇതെന്ത് ബാധകം. ആർക്കാണ് ലഭിച്ചിരിക്കുന്നത്? യഹൂദ ജനതയ്ക്കാണ്. ബാക്കിയുള്ളവർക്ക് എന്ത് പാപത്തിൽ ജീവിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്തില്ല? പാപബോധം ഉണ്ടാകുന്നില്ല. കാരണം പ്രമാണം അവൻ എന്ത് ചെയ്യത്തില്ല, അറിയത്തില്ലാത്തത് കൊണ്ട് അവൻ എന്ത് ചെയ്തു കഴിഞ്ഞാൽ അവനിൽ തന്നെ എന്തുണ്ട്? ന്യായം കണ്ടെത്തിക്കോളും. അവൻ യാതൊരു കുറ്റബോധവും മനസാക്ഷി കുത്തും
ഒന്നുമില്ല. കാരണം എന്താ? പാപം എന്താണെന്ന് അവൻ എന്ത് ചെയ്യത്തില്ല, അറിയത്തില്ല. പക്ഷെ ന്യായപ്രമാണം ഉള്ളവന് മോഹിക്കരുതെന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് അവന്റെ ജഡം എത്രത്തോളം വീക്കാണെന്ന് അവൻ എന്ത് ചെയ്യുന്നത്, അവൻ മനസ്സിലാകുന്നത്. അതുകൊണ്ട് ന്യായപ്രമാണം എന്താണ്? വിശുദ്ധമാണ്. സ്തോത്രം. ഞാനാണ് പാപമയൻ. കാരണം മോഹിക്കരുതെന്ന് പറഞ്ഞ സ്ഥലത്തിൽ എന്നിൽ സകലവിധ മോഹവും എന്ത് ചെയ്യുന്നു, ഉണ്ടാകുന്നു. സ്തോത്രം. 9-ാമത്തെ വാക്യം, ഞാൻ ഒരു കാലത്ത് ന്യായപ്രമാണം കൂടാതെ ജീവിച്ചിരുന്നു, എന്നാൽ കൽപ്പന വന്നപ്പോൾ പാപം വീണ്ടും ജീവിക്കുകയും ഞാൻ മരിക്കുകയും ചെയ്യും. ഇവിടെ പാപം എന്ത് ചെയ്യുന്നു, ഒരു മനുഷ്യനെ ഓവർടേക്ക് ചെയ്ത് വരികയാണ്. ആ പാപത്താൽ ഞാൻ എന്ത് ചെയ്യുന്നു, മരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഫിസിക്കലി എന്ത് ചെയ്യുന്നില്ല, മരിക്കുന്നില്ല. ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്ന് എന്ത് ചെയ്യണം, മാറ്റം ഉണ്ടാവും. ആ കണക്ഷനിലോട്ട് വരാൻ, ദൈവത്തോടുള്ള കമ്മ്യൂണിക്കേഷൻ എനിക്ക് അങ്ങോട്ടോ ദൈവത്തിന് ഇങ്ങോട്ടോ എന്ത് ചെയ്യുന്നില്ല, പറ്റാത്തൊരവസ്ഥയിലേക്ക് എന്ത് ചെയ്യുന്നു, പോകുന്നു. 10-ാം വാക്യം, ഇങ്ങനെ ജീവനായി ലഭിച്ചിരുന്ന കൽപ്പന എനിക്ക് മരണഹേതുവായി തീർന്നു. ദൈവകൽപ്പന എന്തിനു വേണ്ടിയിട്ടാണ് കൊടുത്തത്? ജീവൻ. എന്ത് ജീവൻ? ഫിസിക്കലി ഉള്ള ജീവനല്ല. അത് ലോകത്തിൽ ദൈവം ഉള്ളവനും ദൈവം ഇല്ലാത്തവനും ഒരു പ്രത്യേക സമയം വരെ അവൻ എന്ത് ചെയ്യാൻ പറ്റും, ജീവിക്കാൻ പറ്റും. പക്ഷെ ഇവിടെ പറയുന്ന ജീവൻ എന്താണ്? നിത്യജീവൻ. ഇങ്ങനെ നിത്യജീവനായി ലഭിച്ചിരുന്ന കൽപ്പന എനിക്ക് മരണഹേതുവായി തീർന്നു. ജീവന് വേണ്ടി ലഭിച്ചിരുന്ന കൽപ്പന എന്തായി മാറി? അതുകൊണ്ട് കൽപ്പന എന്താണ്? വിശുദ്ധമാണ്. ഇവിടുത്തെ പ്രോബ്ലം ആർക്കാണ്? എനിക്കാണ്. പാപമാണ് അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നെ ചതിക്കുകയും കൊല്ലുകയും ചെയ്തു. ആകയാൽ ന്യായപ്രമാണം വിശുദ്ധം, കൽപ്പന വിശുദ്ധവും ന്യായവും നല്ലതും തന്നെ. എന്നാൽ നന്മയായുള്ളത് എനിക്ക് മരണകാരണമായി തീർന്നു എന്നോ? നന്മയായുള്ളതെന്ന് പറഞ്ഞാൽ എന്താ? ന്യായപ്രമാണം. ന്യായപ്രമാണം ദൈവം കൊടുത്ത എനിക്ക് എന്തിനു വേണ്ടിയിട്ടാ തന്നെ? എനിക്ക് നന്മയുണ്ടാകാൻ. ഇവിടെ പറയാൻ നന്മ എന്താണ്? നിത്യജീവൻ. നിത്യജീവൻ ഉണ്ടാകാനായിട്ട് ദൈവം കൊടുത്ത ന്യായപ്രമാണം എനിക്ക് എന്തായി മാറി? മരണകാരണമായി തീരുകയാണ്. കാരണം ന്യായപ്രമാണത്തെ അനുസരിച്ച് നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യുന്നില്ല, കഴിയുന്നില്ല. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് മരണകാരണമായി തീർന്നത്? ന്യായപ്രമാണമല്ല, പാപം അത്രയും മരണകാരണമായി തീർന്നത്. ഹല്ലേലൂയ. നിത്യജീവനിലേക്ക് ഒരു മനുഷ്യന്റെ ആത്മാവിനെ വചനത്തിലൂടെ ആ ശരിയായ രക്ഷയുടെ സുവിശേഷം പരിശുദ്ധാത്മാവിലൂടെ എത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രമകരമായ കാര്യമാണ്. നേരത്തെ മറ്റൊരു യേശുവിന്റെ സുവിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിന്റെ നാമം കൊണ്ടങ്ങ് ഇറങ്ങിയാൽ മതി. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ക്രിസ്തുവിനെ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഉരുവാകേണ്ടുന്നതിന് പ്രസവ വേദന എടുക്കുന്നതാണ് പറഞ്ഞു. പൗലോസിന് ഇത്രയും ജ്ഞാനം ലഭിച്ച, ഇത്രയും കൃപ ലഭിച്ച, ആത്മാഭിഷേകം പ്രാപിച്ച പൗലോസ് പറയുകയാണ്, ഒരുവനിൽ ക്രിസ്തുവിനെ ഉരുവാകേണ്ടുന്നതിന് ഞാൻ പ്രസവ വേദന എടുക്കുന്ന പൗലോസ് പറയണമെങ്കിൽ ഇന്ന് നമ്മെ പോലുള്ള പാവപ്പെട്ട ശുശ്രൂഷക്കാർ എത്രത്തോളം ഞരങ്ങിയാൽ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ക്രിസ്തു ജനിക്കപ്പെടും. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ശ്രേഷ്ഠതയേറിയ അപ്പോസ്തലൻ അത് പറയുമ്പോൾ നമ്മൾ അവരുടെ മുമ്പിൽ എന്ത്? ഗ്ലോറി ടു ഗോഡ്. ഇവിടെ നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് വരാം. ഗലാത്യർ 3:21 വാക്യത്തിൽ ജീവിപ്പിപ്പാൻ കഴിയുന്ന ഒരു ന്യായപ്രമാണം നൽകിയിരുന്നുവെങ്കിൽ, ഇത് വായിച്ചിട്ടാണ് നമ്മൾ റോമർ 7 വന്നത്. കാരണം ജീവിപ്പിപ്പാൻ നൽകിയ ന്യായപ്രമാണം എനിക്ക് എന്തിന് കാരണമായി? മരണത്തിന് കാരണമായി. അപ്പോ ന്യായപ്രമാണം ഒരു മനുഷ്യന്റെ ആത്മാവിനെ നിത്യതയിലേക്ക് എത്തിക്കുവാനുള്ള അനുസരണത്തിൽ കൊണ്ടുവരാൻ, ജാതികൾ ആയിട്ടുള്ളവരുടെ കാര്യമല്ല പറയുന്നത്, അബ്രഹാമിന്റെ യഥാർത്ഥ സന്തതിയായ ഇസഹാക്കിൽ നിന്നുള്ള വാഗ്ദത്ത സന്തതികൾക്ക് മോശ മുഖാന്തരം ദൈവം കൊടുത്ത പ്രമാണം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല. ഹല്ലേലൂയ. ഒന്നുകൂടെ ഓർപ്പിക്കട്ടെ, കാര്യം ഇത് ഗഹനമായ ചിന്തയാണ്. ജീവിപ്പിപ്പാൻ കഴിയുന്ന ഒരു ന്യായപ്രമാണം നൽകിയിരുന്നുവെങ്കിൽ ന്യായപ്രമാണം വാസ്തവമായി നീതിക്ക് ആധാരമാകുമായിരുന്നു. നിത്യജീവന് ന്യായപ്രമാണം എന്താകുമായിരുന്നു? ആധാരമാകുമായിരുന്നു. എങ്കിലും വിശ്വസിക്കുന്നവർക്ക്, ആരിൽ വിശ്വസിക്കുന്നവർക്ക്? ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് വാഗ്ദത്തം. എന്തു വാഗ്ദത്തം? നിത്യജീവൻ എന്ന വാഗ്ദത്തം യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ ലഭിക്കേണ്ടുന്നതിന് തിരുവെഴുത്ത് എല്ലാവരെയും പാപത്തിൻ കീഴടച്ചു കളഞ്ഞു. ഗ്ലോറി ടു ഗോഡ്. ഇവിടെ പറയുന്ന തിരുവെഴുത്ത് എന്ന് പറയുന്ന ഏതാണ്? ന്യായപ്രമാണം. ന്യായപ്രമാണം എല്ലാവരെയും, ന്യായപ്രമാണം ലഭിച്ചതാരാണ്? ഇസ്രായേൽ മക്കൾക്കാണ്. എല്ലാവരെയും, ന്യായപ്രമാണം ലഭിച്ച എല്ലാവരെയും ന്യായപ്രമാണത്തിന്റെ കീഴ് അടച്ചു കളഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താ? ന്യായപ്രമാണത്തെ അനുസരിച്ചുകൊണ്ട് അതിന്റെ മകളിൽ നിത്യജീവൻ പ്രാപിക്കാൻ ആർക്കും കഴിയാതെ പോയി. അപ്പൊ പിന്നെ അടുത്ത വഴി എന്താണ്? ന്യായപ്രമാണത്തെ പൂർണ്ണമായി നിവർത്തിച്ച യേശുക്രിസ്തുവിലെ വിശ്വാസമാണ്. ആ യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ ദൈവം നൽകിയിരിക്കുന്ന
വാഗ്ദത്തം. എന്താണ്? നിത്യജീവൻ എന്ന വാഗ്ദത്തം യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ ലഭിക്കേണ്ടുന്നതിന്. തിരുവെഴുത്ത്, ന്യായപ്രമാണം എല്ലാവരെയും പാപത്തിന്റെ കീഴടച്ചു കളഞ്ഞു കഴിഞ്ഞാൽ അനുസരണത്തോടുകൂടി ന്യായപ്രമാണത്തിന്റെ മുകളിൽ നിത്യജീവൻ പ്രാപിക്കാൻ ലോകത്തിൽ ആർക്ക് സാധ്യം? അതനുസരിച്ച ഒരുവനേ ഉള്ളൂ, അത് കർത്താവായ യേശു. ആ യേശുവിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നോക്കേണ്ടത്, നമ്മുടെ നീതീകരണത്തിന് വേണ്ടി നോക്കേണ്ടത്, നമ്മുടെ ശുദ്ധീകരണത്തിന് വേണ്ടി നോക്കേണ്ടത്, നമ്മുടെ തേജസ്കരണത്തിന് വേണ്ടി നോക്കേണ്ടത്, നമ്മുടെ ആത്മാവിന്റെ സകലവിധമായ ഹല്ലേലൂയ വീണ്ടെടുപ്പിന്റെ പദ്ധതികളും ക്രിസ്തുവിൽ നിറയ്ക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഈ സത്യസുവിശേഷം ദൈവത്തിന്റെ ആത്മാവ് എന്ത് ചെയ്യുന്നു? വെളിപ്പെടുത്തുമ്പോൾ കർത്താവ് വരുന്നതിനും മുൻപ് ജീവിച്ചിരുന്ന പ്രവാചകന്മാർ നമുക്ക് ലഭിക്കേണ്ടിയ ഈ അനുഗ്രഹം, നമുക്ക് ലഭിക്കേണ്ടിയ ഈ കൃപകൾ അവർ മുൻപ് കൂട്ടി എന്ത് ചെയ്തു? അവർക്കുള്ള പരിശുദ്ധാത്മാവിനാൽ, അവരിലുള്ള ക്രിസ്തുവിന്റെ ആത്മാവിനാൽ അവർ ആരാഞ്ഞ് അന്വേഷിച്ച് നോക്കി. അത് അവർക്ക് വേണ്ടിയിട്ടല്ല, നമുക്ക് വേണ്ടി. ആ സുവിശേഷം പരിശുദ്ധാത്മാവിൽ പ്രസംഗിക്കപ്പെടുമ്പോൾ അവിടെ പത്രോസ് എഴുതിയിരിക്കുന്ന ഇതാണ്: സ്വർഗത്തിൽ നിന്ന് ദൂതന്മാർ ആ സുവിശേഷം പ്രസംഗിക്കുന്നിടത്ത് കുനിഞ്ഞു നോക്കുന്നു എന്നാണ്. ഹല്ലേലൂയ. പൂർവ്വ പിതാക്കന്മാരായിട്ടുള്ള കൃപ ലഭിച്ചിട്ടുള്ള പ്രവാചകന്മാർ നമുക്ക് യേശുക്രിസ്തുവിലൂടെ വരേണ്ടിയ രക്ഷയെക്കുറിച്ച് അവർ ആരാഞ്ഞ് അന്വേഷിച്ച് നോക്കി. അന്ന് ക്രിസ്തു ഉണ്ടാവും ഇല്ല. നമുക്ക് ലഭിക്കേണ്ട ഈ കാര്യങ്ങളെ അവർ ആരാഞ്ഞ് അന്വേഷിച്ച് നോക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടത്തിൽ അതിനെക്കുറിച്ച് വെളിപ്പെടുത്തുമ്പോൾ സ്വർഗത്തിലെ ദൂതന്മാർ നോക്കുന്നു, പ്രവാചകന്മാരും നോക്കുന്നു, ദൂതന്മാരും നോക്കുന്നു. ഈ സുവിശേഷം ഇന്നത്തെ ജനത്തിന് കേൾക്കേണ്ട താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മറ്റൊരു സുവിശേഷം പ്രസംഗിക്കുന്നതിലൂടെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുന്ന രീതിയിൽ സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ സാത്താൻ താനും വെളിച്ച ദൂതന്റെ വേഷവും ഇട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്? ജനത്തെ വഞ്ചിച്ചുകൊണ്ടിരിക്കുക. ആര് വിടുവിക്കും? അന്നത്തെ കാലഘട്ടത്തിൽ ശുശ്രൂഷിച്ച ശുശ്രൂഷക്കാരുടെ മേൽ ദൈവത്തിന്റെ ആത്മപകർച്ച അന്ന് ദൈവം പകർന്നതുപോലെ ഇന്ന് ശുശ്രൂഷിക്കുന്ന ദൈവത്തിന്റെ അഭിഷിക്തന്മാരുടെ മേലും ആ ആത്മപകർച്ച പകർന്നിട്ടല്ലാതെ സാത്താന്റെ പിടിയിൽ നിന്ന് ജനത്തെ വിടുവിച്ചെടുക്കുവാൻ തക്കവണ്ണം ആർക്കും സാധിക്കത്തില്ല. ഗ്ലോറി ടു ഗോഡ്. കാര്യം മനസ്സിലാകുന്നുണ്ടോ? നിത്യജീവനാണ് കാര്യം. ഗ്ലോറി ടു ഗോഡ്. പ്രിയമുള്ളവരെ, ആൾക്കാർ പൊതുവെ ചിന്തിക്കുന്നതാണ്, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അവർക്ക് എന്ത് വേണം? കിരീടം വേണം. മരിച്ച് സ്വർഗത്തിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് എന്ത് വേണം? കിരീടം വേണം. കർത്താവിനെ അനുഗമിക്കുന്നവർക്ക് കിരീടമല്ല, ക്രൂശാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇന്നിവിടെ കർത്താവിനെ അനുഗമിക്കുന്നവർക്ക് ലഭിക്കുന്നത് ക്രൂശാണ്, കിരീടമല്ല. ഇവിടെയും സുഖകരമായി ജീവിച്ച് അവസാനം എന്ത് ചെയ്യണം? നിത്യതയിലും പോയി അവിടെയും കിരീടം എന്ത് ചെയ്യണം? സാത്താൻ വഞ്ചിക്കുകയാണ്. എന്നെ അനുഗമിക്കാൻ ഇച്ഛിക്കുന്നവൻ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കും. ഹല്ലേലൂയ. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 23-ാമത്തെ വാക്യത്തിൽ, വിശ്വാസം വരും മുൻപേ നമ്മെ വെളിപ്പെടുവാനിരുന്ന വിശ്വാസത്തിനായിക്കൊണ്ട് ന്യായപ്രമാണത്തിൻ കീഴ് അടച്ച് സൂക്ഷിച്ചിരുന്നു. വിശ്വാസം വരും മുൻപേ. ന്യായപ്രമാണം കൊടുത്ത് എന്തിനു വേണ്ടിയിട്ടാണ്? അനുസരണത്തിലൂടെ നിത്യജീവൻ പ്രാപിക്കും. യേശുക്രിസ്തുവിലൂടെ എന്താ ലഭിക്കുന്നത്? വിശ്വാസ നീതീകരണം. കാരണം ന്യായപ്രമാണത്തെ പൂർണ്ണമായിട്ട് ക്രിസ്തു അനുസരിച്ചത് ഞാൻ എന്ത് ചെയ്യുന്നു? വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തിലൂടെ എനിക്ക് ലഭിക്കുന്നത് എന്താണ്? നീതീകരണം. നീതീകരണത്തിലൂടെ എനിക്ക് ലഭിക്കുന്ന ഉൽപ്പന്നം എന്താണ്? നിത്യജീവൻ. നിത്യജീവൻ ലഭിക്കേണ്ടുന്നതിനാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? യേശുവിൽ വിശ്വസിക്കുന്നു. അപ്പോൾ ആ വിശ്വാസത്തിലൂടെ ശിക്ഷാവിധിയിൽ നിന്നുള്ള വിടുതൽ എനിക്ക് പ്രധാനമാണ്. ഏതാ? നരകം എന്ന ശിക്ഷാവിധിയിൽ നിന്നുള്ള വിടുതൽ. അത് ഞാൻ എവിടെ കണ്ടു? ക്രൂസിൽ. കാരണം ന്യായപ്രമാണം അനുസരിക്കാത്തവന്റെ ശിക്ഷാവിധിയാണ് ക്രൂസിൽ എന്ത് ചെയ്യുന്നത്? സംഭവിച്ചത്. ക്രിസ്തു മരിച്ചത്. അനുസരിക്കാത്തവന് അതിനാൽ മരിക്കണം. മരണത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ. എന്റെ ശാപം കർത്താവിലാണ്. ഞാൻ വിശ്വസിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ വിശ്വാസം വരും മുൻപേ നമ്മെ, ഇവിടെ പൗലോസ് അപ്പോസ്തലൻ നമ്മെ എന്ന് ഉദ്ദേശിക്കുന്നത് സകല ജനത്തെയും കുറിച്ചല്ല പറയുന്നത്. വാഗ്ദത്ത സന്തതികളായ യഹൂദ ജനതയെ കുറിച്ചാണ്. പൗലോസ് ആരാണ്? യഹൂദനാണ്. ജാതികളുടെ ഇടയിലേക്കാണ് പൗലോസിനെ അഭിഷേകം ചെയ്ത് അയച്ചതെങ്കിലും പൗലോസിന്റെ ഹൃദയത്തിനകത്തൊരു വലിയ ആഗ്രഹം, സ്വന്തം ജനത്തിൽ നിന്നും കുറച്ച് ആൾക്കാരെ എനിക്ക് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? രക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ജാതികളുടെ ഇടയിലും സുവിശേഷം പറയുന്നു. തനിക്ക് ലഭിക്കുന്ന സന്ദർഭങ്ങളിൽ യഹൂദന്മാരുടെ ഇടയിലും എന്ത് ചെയ്യുന്നു? സുവിശേഷം പറയുന്നു. അവരോട് ഇവിടെ പൗലോസ് പറയാണ്, വിശ്വാസം വരും മുമ്പേ, യേശുക്രിസ്തുവിങ്കിലെ വിശ്വാസം വരും മുമ്പേ നമ്മെ, യഹൂദ ജനതയെ
വെളിപ്പെടുവാനിരുന്ന വിശ്വാസത്തിനായിക്കൊണ്ട്. യേശുക്രിസ്തുവിലൂടെയാണ് വിശ്വാസം എന്ത് ചെയ്യുന്നത്? വെളിപ്പെട്ടത്. ആ വെളിപ്പെടുവാനിരുന്ന വിശ്വാസത്തിനായിക്കൊണ്ട് ന്യായപ്രമാണത്തിന്റെ കീഴ് അടച്ച് സൂക്ഷിച്ചിരുന്നു. ന്യായപ്രമാണത്തിന്റെ കീഴ് അടച്ച് സൂക്ഷിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ന്യായപ്രമാണം അനുസരിക്കാൻ ശ്രമിച്ച് ന്യായപ്രമാണത്തിന്റെ മുകളിൽ വരാൻ എന്ത് ചെയ്യുന്നില്ല? കഴിയുന്നില്ല. ഹല്ലേലൂയ. അപ്പൊ പിന്നെ രക്ഷ പ്രാപിക്കണമെങ്കിൽ എന്ത് ചെയ്തേ പറ്റൂ? ക്രിസ്തുവിനെ വിശ്വസിച്ചേ പറ്റത്തുള്ളൂ. അപ്പൊ വിശ്വാസം വരുന്നതിന് മുമ്പേ ദൈവം യഹൂദ ജനതയിലും വിശ്വാസ നീതീകരണത്തിന് വേണ്ടി കണ്ടിരുന്നു. ആ കണ്ടിരുന്ന ജനത്തോടുകൂടിയാണ് പൗലോസ് പറയുന്നത്, നിങ്ങളെ ദൈവം എന്ത് ചെയ്തു? ന്യായപ്രമാണത്തിന്റെ കീഴിൽ ഞാനും ഈ ന്യായപ്രമാണത്തിന്റെ കീഴിൽ എന്ത് ചെയ്തു? അടയ്ക്കപ്പെട്ടിരുന്നവരാണ്. സ്തോത്രം. അനുസരണത്തിലൂടെ പുറത്തു വരാൻ എന്ത് ചെയ്യില്ല? നിത്യജീവനിൽ കടക്കാൻ എന്ത് ചെയ്തില്ല? കഴിഞ്ഞില്ല. എന്നാൽ ക്രിസ്തു യേശുവിലെ വിശ്വാസത്തിനായിക്കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? അങ്ങനെ അടച്ച് സൂക്ഷിച്ചിരുന്നത്. അങ്ങനെ 24-ാമത്തെ വാക്യം, നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന്. ഇവിടെ നാം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് പുറംജാതിക്കാരെ കുറിച്ചല്ല, യഹൂദ ജനതയെ കുറിച്ചാണ്. നാം യഹൂദ ജനത ഉൾപ്പെടെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടുന്നതിന് ന്യായപ്രമാണം ക്രിസ്തുവിന്റെ അടുക്കലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു. എന്ന് വെച്ചാൽ അതിനർത്ഥം എന്താ? ശിശുപാലകനായി ഭവിച്ചു. ന്യായപ്രമാണത്തിലൂടെയാണ് എനിക്ക് പാപബോധത്തെ എന്ത് ചെയ്തത്? ഉണ്ടായത്. പക്ഷെ അനുസരിക്കത്തക്ക രീതിയിൽ എൻ്റെ പാപപങ്കുലമായ ശരീരം അനുസരിക്കത്തക്ക രീതിയിൽ ശക്തി ഇല്ല. പക്ഷെ അനുസരിച്ചാൽ മാത്രമേ നിത്യജീവൻ എനിക്ക് എന്ത് ചെയ്യത്തുള്ളൂ? ലഭിക്കത്തുള്ളൂ. അപ്പൊ അനുസരിക്കാനുള്ള ന്യായപ്രമാണം അനുസരിക്കാൻ കഴിയാത്ത ശരീരവും കൊണ്ട് നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ ശ്രമിക്കുമ്പോൾ എന്നിൽ അത് കാണാത്തത് കൊണ്ട് ഞാൻ ആരെ ആശ്രയിക്കാൻ തുടങ്ങി? ക്രിസ്തുവിൽ. ശിശുപാലകനായിട്ട് എന്നെ നടത്തിയത് ആരാണ്? ന്യായപ്രമാണം. കാരണം ന്യായപ്രമാണം ഇല്ലാതെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? പാപത്തെക്കുറിച്ച് എനിക്ക് അറിയത്തില്ലല്ലോ. ഈ പാപത്തിൽ നിന്ന് ജയം പ്രാപിക്കാൻ ഞാൻ ന്യായപ്രമാണം കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ വിശ്വാസത്താലുള്ള നീതീകരണത്തിന്റെ ക്രിസ്തുവിനെ പൗലോസ് അവിടെ എന്ത് ചെയ്യുന്നു? കാണിച്ചു കൊടുക്കുമ്പോൾ ഈ അനുസരിക്കാൻ ശ്രമിച്ചവന് പറ്റാതെ വരുമ്പോൾ ആരെ ചാരും? പറ്റിയവനെ ചാരും. ക്രിസ്തുവിന്റെ അടുക്കലേക്ക് എന്നെ നടത്തുവാൻ സഹായിക്കുന്നതാണ് ന്യായപ്രമാണം. അന്ന് യഹൂദൻ അത് സഹായിക്കുന്നുവെങ്കിൽ ഇന്ന് നമുക്കും ദൈവത്തിന്റെ പ്രമാണം നമ്മെ സഹായിക്കുന്നത് ക്രിസ്തുവിന്റെ അടുക്കലേക്ക്. കാരണം എനിക്ക് പറ്റുന്നില്ല, പക്ഷെ നിനക്ക് പറ്റും. അതുകൊണ്ടാണ് റോമർ 8-ാമത്തെ അധ്യായത്തിൽ, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും. യഹൂദന്മാർക്ക് എന്താണ് ഉണ്ടായിരുന്നത്? ന്യായപ്രമാണം. ഈ ന്യായപ്രമാണത്തിൽ നിന്ന് എങ്ങോട്ട് വരണം? നിവൃത്തിയായ ക്രിസ്തുവിൽ വരണം. ഇപ്പോൾ ന്യായപ്രമാണത്തിൽ സ്വയമായി ആശ്രയിച്ചുകൊണ്ട് നിത്യജീവൻ പ്രാപിക്കുന്നവർ എങ്ങോട്ട് വരണം? ക്രിസ്തുവിൽ വരണം. ക്രിസ്തു യേശുവിൽ നീ വന്നാൽ ശിക്ഷാവിധി മാറി. ന്യായപ്രമാണത്തിന്റെ ശിക്ഷാവിധി ഒന്നേ ഉള്ളൂ, നിത്യനരകം. ന്യായപ്രമാണത്തിന്റെ നീതി ലഭിക്കുന്നത് ഒന്നേ ഉള്ളൂ, നിത്യജീവൻ. അത് ആരിൽ വന്നു? ക്രിസ്തുവിൽ. നീ ഇപ്പോൾ ക്രിസ്തു യേശുവിലാണെങ്കിൽ യഹൂദ ജനതയിൽ പോലും ഒരു ചെറിയ കൂട്ടം ആൾക്കാർ ഈ സത്യം എന്ത് ചെയ്തു? മനസ്സിലാക്കി. അതിൽ ഒന്നാമത് മനസ്സിലാക്കിയ ആളാരാണ്? പൗലോസ്. പൗലോസ് ആ ശുശ്രൂഷ ചെയ്ത കൂട്ടത്തിൽ ന്യായപ്രമാണം ക്രിസ്തുവിന്റെ അടുക്കലേക്ക് നടത്തുവാൻ ശിശുപാലകനായി ഭവിച്ചിരിക്കുന്നു. വിഴുന്നും എഴിച്ചും എന്ത് ചെയ്യാണ്? ന്യായപ്രമാണം അനുസരിക്കാൻ ശ്രമിക്കുന്നവരെ വിഴുന്നു എഴിച്ച് എങ്ങോട്ട് പോകും? ക്രിസ്തുവിന്റെ അടുക്കൽ. ക്രിസ്തുവിന്റെ അടുക്കലേക്ക് എത്തുവാൻ ശിശുപാലകനായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? ഭവിച്ചു. വിശ്വാസം വന്ന ശേഷമോ നാം ഇനി ശിശുപാലകന്റെ കീഴിലല്ല. ഈ ശിശുപാലകൻ എന്ന് പറഞ്ഞ ആരാ? ന്യായപ്രമാണം. യേശുക്രിസ്തുവിലെ വിശ്വാസം വന്നതിന് ശേഷമോ നാം ഇനി ശിശുപാലകന്റെ കീഴിലല്ല എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം അപ്പൊ നമുക്ക് വേണ്ടേ? എല്ലാവർക്കും ബാധകമാണ്. നമ്മൾ ആ ഭാഗങ്ങളിലേക്കൊന്നും വന്നിട്ടില്ല. ഗ്ലോറി ടു ഗോഡ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. നിത്യജീവന്റെ കാര്യങ്ങളാണ് പ്രിയമുള്ളവരെ. പരിശുദ്ധാത്മാവിനാൽ അല്ലാതെ ഈ വചനത്തിന്റെ മർമ്മങ്ങൾ നമുക്ക് സ്വന്തം ബുദ്ധിയിൽ നമുക്ക് വെളിപ്പെട്ട് കിട്ടില്ല. അവന്റെ സന്നിധിയിൽ നമ്മൾ താണിരിക്കാൻ തയ്യാറാണ്. വെളിപ്പെടുത്തി തരുവാൻ ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിക്കും. ഗ്ലോറി ടു ഗോഡ്.
അപ്പോൾ നാം ഇനി ശിശുപാലകന്റെ കീഴിലല്ല, ക്രിസ്തുവേശുവിലെ വിശ്വാസത്താൽ നിങ്ങളെല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. Glory to God. യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ ഇവിടെ എന്ത് ചെയ്യുന്നു? മക്കളാവുകയാണ്. മക്കളായി കഴിഞ്ഞു കഴിഞ്ഞാൽ മക്കൾക്ക് എന്തുണ്ട്? അവകാശം. എന്താണ് അവകാശം? നിത്യജീവൻ എന്ന അവകാശം. യേശുക്രിസ്തുവിനോട് കൂടിയുള്ള അവകാശം, നിത്യജീവന്റെ അവകാശം. ആ അവകാശം നമുക്ക് പിതാവാം ദൈവത്തെ നമുക്ക് എന്ത് വിളിക്കാൻ കഴിയും? അപ്പ, പിതാവേ എന്ന് വിളിക്കാൻ. ന്യായപ്രമാണത്തിന്റെ കീഴിൽ ഇരിക്കാൻ ശ്രമിക്കുന്നവരാരാണ്? ദാസന്മാർ. Glory to God. എന്നാൽ ക്രിസ്തു യേശുവിലൂടെ ദാസൻ എന്തായി മാറുന്നു? പുത്രനായി മാറുന്നു. ദാസന്മാരുണ്ട്, സ്വതന്ത്രന്മാരുണ്ട്, പുത്രനുണ്ട്. ഈ സ്വതന്ത്രന്മാരെന്ന് പറഞ്ഞ ആരാ? പുറം ജാതിക്കാർ സ്വതന്ത്രന്മാരാണ്. എന്താ? അവർക്ക് ന്യായപ്രമാണം ഇല്ല. ന്യായപ്രമാണം ലഭിക്കാത്തവൻ സ്വതന്ത്രനാണ്. പക്ഷെ അവന് നിത്യതയിൽ പ്രവേശിക്കാൻ കഴിയുമോ? അവന് യേശുവിന്റെ അടുക്കൽ വന്നേ പറ്റൂ. ദാസനും യേശുവിന്റെ അടുക്കൽ വന്നേ പറ്റൂ. ദാസനും സ്വതന്ത്രനും ക്രിസ്തു യേശുവിലൂടെ പുത്രത്വം പ്രാപിക്കാൻ കഴിയും. അതാണ് സുവിശേഷം. Glory to God. ദൈവത്തിന് നമ്മളുള്ള സ്നേഹത്തിന്റെ ആഴം നമുക്ക് ഗ്രഹിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. നമ്മളിപ്പോ ഇന്ന് ആരാ? യഹൂദൻ ദാസനാണ്, പുറംജാതിക്കാരൻ ന്യായപ്രമാണത്തിന് സ്വതന്ത്രനാണ്. അവന് പ്രമാണമേ ലഭിച്ചിട്ടില്ല. പ്രമാണം ലഭിച്ചിട്ടില്ലാത്തവൻ എങ്ങനെ പുത്രത്വം കിട്ടി? യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പകർച്ചയാൽ ന്യായപ്രമാണത്തിന് പുറത്തുള്ളവരായ നമുക്ക് പുത്രത്വം കിട്ടിയിരിക്കുന്നു. അവർ ശിശുപാലകത്തിന്റെ കീഴിൽ എന്ത് ചെയ്യുന്നു? നടന്ന് കർത്താവിന്റെ അടുക്കലേക്ക് എത്തുന്നു. ഇതൊന്നും ലഭിക്കാത്ത നമ്മളോ യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ പുത്രത്വം പ്രാപിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്തു? ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. നിങ്ങൾ എല്ലാവരും എന്ന് പറഞ്ഞാൽ ആരെ കുട്ടിയ? യഹൂദനായാലും പുറംജാതിക്കാരായാലും എല്ലാവരും ഒരുപോലെ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ മേളിൽ വായിച്ചു വന്ന എല്ലാ വാക്യങ്ങളുടെ അന്തസത്ത എന്താണ്? ക്രിസ്തുവിന്റെ രക്ഷ ധരിച്ചിരിക്കുന്നു. നമുക്ക് വേണ്ടിയിട്ടുള്ള രക്ഷ ക്രിസ്തുവിലാണ്. സ്നാനത്തിൽ നമ്മൾ കർത്താവിനോട് ചേരുമ്പോൾ ആ രക്ഷ നമ്മൾ എന്ത് ചെയ്യുന്നു? ധരിക്കുന്നു. രണ്ടാമത് എന്താണ്? നീതീകരണം. രക്ഷ ധരിക്കുന്നു, നീതീകരണം ധരിക്കുന്നു. നമ്മൾ ശിക്ഷയ്ക്ക് വേണ്ടി മാറ്റപ്പെട്ടവരായിരുന്നു. നിത്യ നരകമെന്ന ശിക്ഷയിലേക്ക് വേണ്ടി മാറ്റപ്പെട്ടവരായിരുന്നു. എന്നാൽ യേശു ക്രിസ്തുവിലൂടെ ആ വിശ്വാസത്താൽ നമുക്ക് എന്ത് ലഭിച്ചിരിക്കുന്നു? രക്ഷ. ആ രക്ഷ നമ്മൾ സ്വീകരിക്കുന്ന എന്തിലൂടെയാണ്? കർത്താവിനെ ചേരുവാൻ ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? സ്നാനപ്പെടുമ്പോൾ കർത്താവ് എനിക്ക് വേണ്ടി എടുത്ത രക്ഷയെ ഞാൻ ധരിക്കുക. ആ നീതീകരണം ഞാൻ ധരിക്കുക. ആത്മാവിനാൽ ഞാൻ എനിക്ക് ലഭിച്ചിരിക്കുന്ന എന്താണ്? പുത്രത്വം. പുത്രത്വം ലഭിച്ച എനിക്ക് രക്ഷയും നീതിയും ഞാൻ ധരിക്കപ്പെടുന്നു. ആ രക്ഷയും നീതിയും ധരിക്കപ്പെടുമ്പോൾ പിതാവാം ദൈവം പുത്രനാം ക്രിസ്തുവിലൂടെ എന്നെ നോക്കുമ്പോൾ ഞാൻ ആരാണ്? നിത്യജീവൻ അവകാശിയായിരിക്കുന്നു. ആരിലൂടെ? ക്രിസ്തുവിലൂടെ. ഗ്ലോറി ടു ഗോഡ്. അതിൽ യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല. ഞാൻ ഈ കാര്യം നേരത്തെ സൂചിപ്പിച്ചു. ദാസൻ ആരാണ്? നിയമം ഉള്ളവൻ ആണ് ദാസൻ. കാര്യം എന്താണ്? അവൻ ദാസനായ എന്തുകൊണ്ടാണ്? നിയമം അനുസരിക്കാൻ എന്ത് ചെയ്യുന്നില്ല? കഴിയുന്നു. ഹല്ലേലൂയ. ഇവിടെ ഈ ദാസൻ, സ്വതന്ത്രൻ, പുത്രൻ, ഇതിൽ ഏറ്റവും വലിയത് എന്താ? നമുക്ക് ദൈവം തന്നിരിക്കുന്നത് എന്താ? പുത്രത്വം. ഈ പുത്രത്വം ലഭിച്ചിരിക്കുന്നവർ ദൈവത്തിന്റെ ഭവനത്തിൽ എത്രത്തോളം സന്തോഷിക്കണം. അതാണ് ആരാധനയിലെ സന്തോഷം. ആ രക്ഷ ദൈവം നമ്മെ എന്ത് ചെയ്യുന്നു? ധരിപ്പിച്ചിരിക്കുന്നു. ക്രിസ്തു തന്ന രക്ഷയെ നമ്മൾ ധരിച്ചിരിക്കുന്നു. ക്രിസ്തു തന്ന നീതീകരണം നമ്മൾ ധരിച്ചിരിക്കുന്നു. ശിക്ഷാവിധിയിൽ നിന്നുള്ള രക്ഷയും നീതീകരണത്തിലൂടെയുള്ള നിത്യജീവനും പുത്രത്വത്തിന്റെ ആത്മാവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ വായിച്ചത് യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണും എന്നുമില്ല, നിങ്ങളെല്ലാവരും ക്രിസ്തുവേശുവിൽ ഒന്നത്രേ. യാതൊരു വ്യത്യാസവുമില്ല. ദൈവത്തിന് മുമ്പിൽ യഹൂദനെന്നോ യവനനെന്നോ ദാസനെന്നോ സ്വതന്ത്രനെന്നോ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ വണ്ണം പുത്രത്വത്തിന്റെ ആത്മാവിനാൽ നമ്മൾ അപ്പ, പിതാവേ എന്ന് വിളിക്കുന്ന
സ്വപുത്രന്റെ ആത്മാവിനെ യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നു? ഹല്ലേലൂയ. നാം മരണം വിട്ട് ജീവനിൽ എന്തിയിരിക്കുകയാണ്? നമ്മൾ കടന്നിരിക്കുകയാണ്. കർത്താവിൻ്റെ ശ്രേഷ്ഠമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. ക്രിസ്തുവിനുള്ളവരെങ്കിലോ, 29-ാമത്തെ വാക്യം, ക്രിസ്തുവിനുള്ളവർ എങ്കിലോ നിങ്ങൾ ആണ് ആര്? അബ്രഹാമിന്റെ സന്തതി. ഗ്ലോറി ടു ഗോഡ്. ക്രിസ്തുവിലൂടെയുള്ള നിത്യജീവൻ അവകാശമാക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസമാണ് നമുക്കുള്ളതെങ്കിൽ നിങ്ങൾ ആരാണ്? അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശികളുമാകും. വാഗ്ദത്തം കൊടുത്ത ആരാണ്? ദൈവം. ദൈവം കൊടുത്ത വാഗ്ദത്തം എന്താണ്? നിത്യജീവൻ. നിത്യജീവന് നിങ്ങൾ എന്തായി മാറുന്നു? അവകാശികളായി മാറും. അബ്രഹാമിന്റെ വിശ്വാസമുള്ളവർ ക്രിസ്തു യേശുവിനെ എന്ത് ചെയ്യുന്നു? ധരിക്കുമ്പോൾ വാഗ്ദത്ത പ്രകാരം, എന്ത് വാഗ്ദത്തം? നിത്യജീവൻ എന്നുള്ള വാഗ്ദത്തം നിങ്ങൾക്ക് എന്താ? അവകാശം പ്രാപിക്കാൻ കഴിയും. 4-ാമത്തെ അധ്യായത്തിൽ അതിന്റെ കണ്ടിന്യൂസ് ആണ്. ഓടിച്ച് നമുക്ക് അതിലേക്ക് വരാം. അവകാശി. എന്ത് അവകാശി? നിത്യജീവൻ അവകാശി. ഗ്ലോറി ടു ഗോഡ്. സർവത്തിനും യജമാനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം. ഇവിടെ നിത്യജീവൻ അവകാശിയായെങ്കിലും ഇപ്പൊ ആളിന്റെ വളർച്ചയെ കുറിച്ച് അവിടെ പറയുകയാണ്. എന്താണ്? ശിശുവാണ്. ഇപ്പൊ ജനിച്ചതേ ഉള്ളൂ. ഇതുവരെ കേട്ടോണ്ടിരുന്ന വേറെ സുവിശേഷങ്ങളാണ്. സത്യസുവിശേഷത്തിലൂടെ ആള് എന്ത് ചെയ്ത്? ഇപ്പൊ ജനിച്ചതേ ഉള്ളൂ. ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും, ഈ ദാസൻ എന്ന് പറഞ്ഞാൽ ലോയ്ക്ക് കീഴിലുള്ളവർ, ന്യായപ്രമാണത്തിന് കീഴിലുണ്ട് യഹൂദൻ, അവരെക്കാട്ടിലും വിശേഷതയുള്ളവനല്ല ആര്? ഇപ്പൊ ജനിച്ചവനായിരുന്നാൽ പോലും. കാര്യം മുമ്പിലോട്ട് മനസ്സിലാക്കി വളർച്ച എന്ത് ചെയ്യുന്നില്ല, പ്രാപിക്കാത്തൊരവസ്ഥയിൽ എന്ത് ചെയ്യാണ്? ഇങ്ങനെയുള്ളൊരു ജനനമെങ്കിലും വിശ്വാസികൾ പ്രാപിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ മാത്രമേ വളർച്ചയുള്ളൂ. ഗ്ലോറി ടു ഗോഡ്. പിതാവ് നിശ്ചയിച്ച അവധിയോളം രക്ഷകന്മാർക്കും ഗൃഹവിചാരകന്മാർക്കും കീഴ്പ്പെട്ടവനത്രേ എന്ന് ഞാൻ പറയുന്നു. ഇവിടെയും ഈ ശിശുക്കളെ ആര് പരിപാലിക്കണം? രക്ഷകന്മാർ പരിപാലിച്ചാലേ ശിശു എന്ത് ചെയ്യത്തുള്ളൂ? വളരത്തുള്ളൂ. ആമേൻ. ഗൃഹവിചാരകൻ. ഗൃഹം ആരുടെ ഗൃഹം? ദൈവത്തിന്റെ ഗൃഹം. ദൈവത്തിന്റെ ഗൃഹത്തിനകത്ത് എന്തുണ്ട്? വിചാരകന്മാരുണ്ട്. ഈ വിചാരകന്മാരും എന്ത് ചെയ്യണം? പരിപാലിക്കണം. അവർക്ക് എന്ത് ചെയ്യണം? കീഴ്പ്പെട്ടിരുന്നാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ശിശു വളരത്തുള്ളൂ. കീഴ്പ്പെടാതിരുന്നു കഴിഞ്ഞാൽ ശിശു വളരില്ല. വളരാത്ത ശിശുക്കളെ കണ്ടിട്ടുണ്ടോ? ആമേൻ. ആ സ്ഥിതി ആത്മീയത്തിലും ഉണ്ട്. ഗ്ലോറി ടു ഗോഡ്. ഓക്കെ, പോട്ടെ. 3-ാം വാക്യം. അതുപോലെ നാമും ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിന്റെ ആദി പാഠങ്ങൾ കീഴ് അടിമപ്പെട്ടിരുന്നു. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി. ഇവിടെ സ്ത്രീ എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാവരും സ്ത്രീയിൽ നിന്നല്ലേ ജനിക്കുന്നു. കന്യകയിൽ നിന്ന് ജനിച്ചു എന്ന് പറയുന്നത് ആരാ? മറിയയിൽ നിന്ന് ജനിച്ച കാര്യം. സ്ത്രീയെ എന്തുമായിട്ടാണ് ചിത്രീകരിക്കുന്നത്? ഇസ്രായേൽ എന്ന ജനതയെ, ഇസ്രായേൽ എന്ന സമൂഹത്തെ, ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെ വചനത്തിൽ നമ്മൾ നോക്കുമ്പോൾ സ്ത്രീ ആയിട്ടാണ് ചിത്രീകരിക്കുന്നത്. യേശു എവിടുന്നാ വന്നേ? ഈ സർപ്പത്തിന്റെ, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലേ തറക്കും, കന്യകയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തറക്കും എന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. എങ്കിൽ കന്യകയിൽ നിന്ന് ജനിച്ച ക്രിസ്തു എന്ന് നമുക്ക് എന്ത് ചെയ്യാം? വിശ്വസിക്കാം. ഇവിടെ സ്ത്രീയുടെ സന്തതി എന്നാണ് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ സ്ത്രീയെ എന്തുമായിട്ടാണ് ചിത്രീകരിക്കുന്നത്? നമുക്കറിയാം. യോസേഫ് കണ്ട സ്വപ്നം. ആ സ്വപ്നത്തിൽ അത് വ്യക്തമാണ്. ആ സ്ത്രീ ആരെ കാണിക്കുന്നു? ഇസ്രായേൽ എന്ന ഒരു രാഷ്ട്രത്തെ കാണിക്കും. ഇസ്രായേലിൽ നിന്നാണ് ആര് ജനിക്കുന്നത്? യേശു. സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവരെ. അപ്പൊ യേശു എന്തിനു കീഴിലാണ് യേശു ജനിച്ചത്? നമ്മെ പോലെ ഒരു ശരീരത്തിൽ യേശു ജനിച്ചപ്പോൾ ന്യായപ്രമാണത്തിന്റെ കീഴിലാണ് വന്നത്. ആ കീഴിൽ വന്നവൻ ന്യായപ്രമാണത്തിന്റെ മകളിൽ എന്ത് ചെയ്യണം? വരണം. ന്യായപ്രമാണത്തിന്റെ മകളിൽ ആരെങ്കിലും ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ക്രിസ്തു മാത്രമാണ്. നേരത്തെ നമ്മൾ വായിച്ചു, സകല മനുഷ്യരും ന്യായപ്രമാണത്തിന്റെ കീഴിലാണുള്ളത്. കാരണം ആർക്കും ഇതിന്റെ അനുസരിച്ചുകൊണ്ട് മേളിൽ കയറാൻ തീരുന്നില്ല, പറ്റുന്നില്ല. യേശു സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി യഹൂദ ജനതയിൽ അവർക്കും ജാതികൾക്കുമുള്ള വീണ്ടെടുപ്പിന് വേണ്ടി നമ്മെപ്പോലെ ഒരു ശരീരത്തിൽ എന്ത് ചെയ്തു? ന്യായപ്രമാണത്തിന്റെ കീഴാണ് ജനിച്ചത്. അപ്പോൾ അനുസരിച്ച് മേളി വന്നേ പറ്റത്തുള്ളൂ. ദൈവമാണ് കേട്ടോ, ദൈവപുത്രനാണ്. ഏതെങ്കിലും ഒരു മൈന്യൂട്ടായിട്ടുള്ള ഒരു കാര്യം
തെറ്റിയിരുന്നെങ്കിൽ ന്യായപ്രമാണത്തിന്റെ മുകളിൽ നീതീകരണം ക്രിസ്തുവിന് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രാപിക്കാൻ പറ്റില്ല. ഞാൻ ആ പദം ഉപയോഗിച്ചതിന്റെ കാരണം പാപത്തിൽ വീണുപോയ ശരീരത്തിലാണ് യേശു വന്നത്. എന്നിട്ടാണ് ന്യായപ്രമാണത്തെ എന്ത് ചെയ്തത്, മുകളിൽ ക്രിസ്തു വന്നത്. അതുകൊണ്ടാണ് വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് അവൻ ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണയിക്കപ്പെട്ടത്. എപ്പോൾ? പുനരുത്ഥാനം പ്രാപിച്ചപ്പോൾ. മനുഷ്യന്റെ വെളിച്ചമാണ് അവൻ. മരണത്തിനപ്പുറത്തേക്ക് മനുഷ്യന്റെ ജീവന്റെ വെളിച്ചമാണ് ക്രിസ്തു. ഗ്ലോറി ടു ഗോഡ്. ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായി നിയോഗിച്ചയച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട്, എല്ലാവരും ന്യായപ്രമാണത്തിന്റെ കീഴിൽ എന്ത് ചെയ്തിരിക്കുകയാണ്? അടക്കപ്പെട്ടിരിക്കുകയാണ്. അവരെ വിലയ്ക്ക് വാങ്ങേണ്ടുന്നതിനാണ് കർത്താവ് ന്യായപ്രമാണത്തിന്റെ കീഴിൽ എന്ത് ചെയ്തത്? ജനിച്ച് കർത്താവ് ന്യായപ്രമാണത്തെ എന്ത് ചെയ്തു? പൂർണ്ണമായി അനുസരിച്ച് മകളിൽ നിത്യജീവൻ എന്ത് ചെയ്തു? പ്രാപിച്ച് നമ്മെ എന്ത് ചെയ്തു? വിലയ്ക്ക് വാങ്ങിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. ദാസനും സ്വതന്ത്രനും, ദാസൻ ആരാ? പ്രമാണത്തിന് കീഴുള്ളൂ. സ്വതന്ത്രർ ആരാണ്? പ്രമാണം എന്താണെന്ന് കിട്ടിയിട്ടേ ഇല്ലാത്തവരാണ്. ഇന്നും വിശ്വാസ സമൂഹത്തിന്റെ കയ്യിലെല്ലാം ന്യായപ്രമാണം എല്ലാം ചേർത്താണ് എന്ത് ചെയ്തിരിക്കണം, തന്നിട്ടുള്ളത്. പക്ഷെ ഇതിനകത്തുള്ള കാര്യം എന്താണെന്ന് ഇന്നും ആൾക്കാർക്ക് എന്ത് ചെയ്തിട്ടില്ല, അറിയുന്നില്ല. പിന്നെ എന്ത് മാത്രം അറിയാം? യേശുവിൻ്റെ നാമത്തിലെ ശക്തിയാണ്. പ്രിയമുള്ളവരെ, നാമത്തിന് ശക്തിയുണ്ട്, വചനത്തിന് ശക്തിയുണ്ട്. വചനത്തിന്റെ ശക്തിയാണ് നിത്യജീവൻ. നാമത്തിലെ ശക്തി അത്ഭുതങ്ങൾ, അടയാളങ്ങളും വിവിധമായ കാര്യങ്ങൾ നടക്കും. അത് നാമത്തിലെ ശക്തി. നാമത്തിലെ ശക്തി നിത്യജീവനിൽ എത്തത്തില്ല. വചനത്തിന്റെ ശക്തിയാണ് ഒരു വ്യക്തിയെ നിത്യജീവനിൽ എത്തിക്കുന്നത്. ഇവിടെ എന്ത് ചെയ്യുന്നു? ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടുന്നതിന് തന്നെ നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. ഈ സ്വപുത്രന്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ എന്ത് ആത്മാവാണ്? ന്യായപ്രമാണത്തെ നിവർത്തിച്ച ആത്മാവ്. അപ്പോ അനുസരിക്കാൻ കഴിയാത്ത എന്നിൽ അനുസരിച്ച ആത്മാവിന് എന്ത് ചെയ്യാണ്? ആ അനുസരിച്ച ആത്മാവിൽ എനിക്കുള്ള നിത്യജീവൻ കൂടെ ഇരിക്കുക. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിൽ, ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ജീവന്റെ ആത്മാവ്. എന്ത് ജീവന്റെ ആത്മാവ്? നിത്യജീവന്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. അപ്പൊ പുത്രത്വത്തിന്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ എന്താ? എന്നിലെ നിത്യജീവനാണ്. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. ആ നിത്യജീവന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ എന്ത് ചെയ്തു? അയച്ചു. മോശയ്ക്ക് ദൈവം കൊടുത്തത് എവിടെയാണ്? കൽപ്പലകയിലാണ് കൊടുത്തത്. ഗ്ലോറി ടു ഗോഡ്. ആ കൽപ്പലകയിൽ കൊടുത്തത് പ്രമാണിക്കാൻ എന്ത് ചെയ്തില്ല? കഴിയാതെ വന്നപ്പോൾ നമ്മെപ്പോലെ ജഡശരീരത്തിൽ വന്ന് പ്രമാണത്തിന് കീഴുള്ളവനായി ജനിച്ച് പ്രമാണത്തെ അനുസരിച്ചുകൊണ്ട് അതിന് മുകളിൽ നിത്യജീവൻ പ്രാപിച്ചിട്ട് പുത്രത്വത്തിന്റെ ആത്മാവിനെ വിശ്വസിക്കുന്ന ഉള്ളത്തിൽ തരുമ്പോൾ, മോശയ്ക്ക് കൽപ്പലകയിൽ കൊടുക്കുമ്പോൾ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ എഴുതും. അപ്പൊ പ്രമാണം ഇപ്പൊ എവിടെ വന്നു? പ്രമാണം ഇല്ലാത്ത പരിപാടിയാണോ പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്? അന്നും ഇന്നും പ്രമാണമുണ്ട്. അതുകൊണ്ട് പ്രമാണം വിശുദ്ധമാണ്. നമുക്കിത് സൗജന്യമായി തന്നു. ഗ്ലോറി ടു ഗോഡ്. നമ്മൾ താഴേക്കൊക്കെ ചില ഭാഗങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ, അല്ലെങ്കിൽ മറ്റ് ലേഖന ഭാഗങ്ങളിൽ സെയിം കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് എഴുതിയിട്ടുണ്ട്. അബ്രഹാമിൻ്റെ വിശ്വാസം, നീതീകരണം ക്രിസ്തു യേശുവിലൂടെ ലഭിക്കുന്ന കാര്യം. പ്രിയമുള്ളവരെ, നമ്മൾ ഒരുക്കമുള്ളവരാണെങ്കിൽ പകർന്നു നൽകുവാൻ ദൈവം വിശ്വസ്തനാണ്. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. അങ്ങനെ അതുകൊണ്ട് നിങ്ങൾ ഇനി ദാസനല്ല, പുത്രനത്രേ. പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയുമാകും. എന്തവകാശം? നിത്യജീവൻ അവകാശം. ഗ്ലോറി ടു ഗോഡ്. ആ നിത്യജീവൻ അവകാശമാകുമ്പോൾ നമ്മൾ ദൈവത്തെ എന്താണ് വിളിക്കുന്നത്? പിതാവേ. ലോകത്താർക്കും ദൈവത്തെ പിതാവേ എന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല. പുത്രത്വത്തിന്റെ ആത്മാവില്ലാത്ത ആർക്കും പിതാവേ എന്ന് വിളിക്കാൻ പറ്റില്ല. അവനിൽ നിന്ന് ജനിച്ചവർക്ക് മാത്രമേ അത് പറ്റൂ. ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹം എത്ര ആഴമാണ്! അതിൻ്റെ നീളം, വീതി, ഉയരം ഒന്നും നമുക്ക് ഗ്രഹിക്കാൻ കഴിയത്തില്ല. കർത്താവേ, ഞങ്ങളെ തന്നെ എന്ത് ചെയ്യുന്നു? സറണ്ടർ ചെയ്യുന്നു, സമർപ്പിക്കുന്നു. ഞങ്ങൾ ആരാധനയ്ക്ക് യോഗ്യനായ അവിടുത്തെ
ഞങ്ങൾ എന്ത് ചെയ്യുന്നു? ആരാധിക്കുന്നു. കർത്താവേ, ഈ ദൈവിക വഴികളിലൂടെ ഞങ്ങൾക്ക് ഇനിയും യാത്ര ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണം. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുവാൻ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ സൂക്ഷിച്ചു നോക്കുവാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾ വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പാൻ പുത്രനെ ചുംബിച്ചു കൊള്ളുവാൻ ഞങ്ങളെ സഹായിക്കണം. ദാവീദ് 2-ാമത്തെ സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നതാണ്, ഞങ്ങൾ വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പാൻ പുത്രനെ ചുംബിച്ചു കൊള്ളുക എന്ന്. ദാവീദ് ആ ഭാഗം എഴുതുമ്പോൾ തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്നാണ് ദാവീദ് അത് എഴുതുന്നത്. താൻ രാജാവായിരിക്കുമ്പോൾ ശത്രു സൈന്യത്തെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി അവരെ അടിമകളായി, ഇല്ലേ, ഒത്തിരി ആൾക്കാരെന്ത് ചെയ്യും? വാളിൻ്റെ വായ്ത്തലയ്ക്കൽ കൊന്നുകളയും. ബാക്കി വരുന്ന യോദ്ധാക്കളായിട്ടുള്ള ഒത്തിരി ആൾക്കാരെന്ത് ചെയ്യും? അടിമകളാക്കി പിടിച്ചുകൊണ്ട്. ഈ അടിമകളാക്കി പിടിച്ചുകൊണ്ട് പോകുന്നവരെ കയ്യിലും കാലിലും ഒക്കെ എന്ത് ചെയ്യും? ചങ്ങലകൾ ഇട്ടിട്ട് 100 കണക്കിന് പേരെ ഈ മരുഭൂമിയിലൂടെ എന്ത് ചെയ്യാണ്? അവരുടെ മറ്റ് സ്ഥലത്തിലേക്ക് എന്ത് ചെയ്യാണ്? കൊണ്ടുപോയത്. ഹല്ലേലൂയ. മരുഭൂമിയിൽ ഒരു തണലില്ല, വെള്ളമില്ല, ഒന്നുമില്ല. കയ്യിലും കാലിലും ചങ്ങലയിട്ട് ഇവരെ യാത്ര ചെയ്യുമ്പോൾ ഇവർക്ക് ക്ഷീണമുണ്ടാകും, ദാഹമുണ്ടാകും. ഈ ചങ്ങലയിൽ നിന്ന് ആരെങ്കിലും അഴിച്ചു വിടാനുണ്ടോ? 100 കണക്കിന് പേർക്ക് 1-2 പേരായിരിക്കും അവരെന്ത് ചെയ്യുന്നത്. ബാക്കിയെല്ലാം ചങ്ങല കണക്ട് ചെയ്ത് കൊണ്ടുപോയി. അപ്പോൾ ക്ഷീണം കൊണ്ട് ചുരുണ്ട് വീഴുന്നവരെന്ത് ചെയ്യും? ആ ചങ്ങലയുടെ ഹൂക്ക് എന്ത് ചെയ്യും? ഇളക്കിയിട്ട് ഇവരെ നയിച്ചു കൊണ്ടുപോകുന്നവർ അവരുടെ ബൂട്ടിട്ട് ചവിട്ടി ആ മണലിലേക്ക് എന്ത് ചെയ്യും? തള്ളിക്കളയും. ഈ ചങ്ങലയിട്ട് കൊണ്ടുപോകുന്ന പലരും ഇതെന്ത് ചെയ്യാണ്? കാണുമ്പോൾ ക്ഷീണം കൊണ്ട് കുഴഞ്ഞു വീഴുമ്പോൾ ആ ചങ്ങലയുടെ ഹൂക്കൂരാനായിട്ട് അധിപതി വരുമ്പോൾ ഈ ചങ്ങലയിൽ നിന്ന് എന്നെ എന്ത് ചെയ്യല്ലേ? ഡിസ്കണക്ട് ചെയ്ത് ഈ മരുഭൂമിയിൽ എന്ത് ചെയ്യല്ലേ? വലിച്ചെറിയരുത്. എനിക്ക് അല്പം വെള്ളം തന്നിട്ട് ഞാൻ അടിമയായിട്ട് ഞാൻ നിങ്ങളുടെ ദേശത്തിൽ എന്ത് ചെയ്തോളാം, ഞാൻ വന്നുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ആ അധിപന്റെ ഷൂസ് നക്കും. ഇതാര് കാണുന്നു? ദാവീദ് കണ്ടിട്ട് താനും എങ്ങോട്ട് യാത്ര ചെയ്യാണ്? നിത്യ കനാനിലേക്ക് യാത്ര ചെയ്യാണ്. ഈ മരുഭൂമിയിൽ ഞാനും എന്ത് ചെയ്യും? തളർന്നു പോകും, ഞാനും പക്ഷെ കുഴഞ്ഞു പോകും. അന്നേരം കർത്താവേ, നീ എന്നെ എന്ത് ചെയ്യല്ലേ? വഴിയിൽ വച്ച് എന്നെ തള്ളിക്കളയും. ഹല്ലേലൂയ. അങ്ങനെ തള്ളിക്കളയാതിരിക്കാൻ അധിപനായ ഒരുവന്റെ പാദത്തിൽ ഞാൻ എന്ത് ചെയ്യാണ്? വീഴുന്ന ഒരടിമ ആ അധിപന്റെ കാലിൽ കെട്ടിപ്പിടിച്ച് ഈ ഹൂക്കിൽ നിന്ന് എന്നെ ഊരി മരുഭൂമിയിൽ തള്ളിക്കളയരുതേ എന്ന് കരഞ്ഞു വിളിച്ച് അപേക്ഷിച്ചുകൊണ്ട് അവന്റെ പാദം കെട്ടിപ്പിടിച്ച് അവന്റെ ഷൂ നക്കുന്നത് പോലുള്ള ഒരു അനുഭവം ഒരടിമയ്ക്കുണ്ടെങ്കിൽ ദാവീദ് ഇത് കണ്ടിട്ട് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ദാവീദ് എഴുതി വെച്ചു. ദാവീദിന്റെ ജീവിതത്തിലും ആ പുസ്തകം വായിക്കുന്നവരുടെ ജീവിതത്തിൽ അനുഭവമാക്കുവാൻ ഞാനോ നിങ്ങളാരോ ഈ സ്വർഗീയ സിയോനിലേക്കുള്ള യാത്രയിൽ വഴിയിൽ വച്ച് നശിച്ചു പോകാതിരിപ്പാൻ നമ്മെ നയിക്കുന്ന അധിപനായ കർത്താവിന്റെ പാദം ചുംബിച്ചു കൊള്ളണമെന്ന് ദാവീദ് അവിടെ എഴുതി. ഗ്ലോറി ടു ഗോഡ്. കർത്താവേ, ഞങ്ങളെ ഈ വഴിയിൽ എന്ത് ചെയ്യരുതേ? തള്ളിക്കളയരുതേ. നിത്യജീവനിലേക്ക് ഞങ്ങൾ പ്രവേശിപ്പാൻ ഞങ്ങൾക്കുള്ള വെള്ളവും ഭക്ഷണവും തന്ന് ഞങ്ങളെ ആ മുമ്പിലേക്ക് നയിക്കണം. ഈ മരുഭൂ ക്രോസ് ചെയ്ത് നിന്റെ രാജ്യത്തിൽ ഞങ്ങൾ എത്തുവാൻ ഞങ്ങൾ തിരുസന്നിധിയിൽ താഴുന്നു അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ. ഈ രക്ഷ നമുക്ക് സൗജന്യമായി ലഭിച്ചിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, പുത്രനെ നാം മുറുകെ പിടിച്ചു കൊള്ളുക. വിശ്വാസത്തിൻ്റെ നായകനെ നാം മുറുകെ പിടിച്ചു കൊള്ളുക. പൂർത്തി വരുത്തുന്നവനെ നാം മുറുകെ പിടിച്ചു കൊള്ളുക. അവൻ്റെ പാദം നാം ചുംബിച്ചു കൊള്ളുക. കർത്താവ് വിശ്വസ്തൻ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അന്ന് ന്യായാധിപന്മാർക്ക് കരുണ തോന്നിയാൽ അവൻ ആ ഹൂക്ക് എന്ത് ചെയ്യത്തില്ല? അഴിക്കാതെ അവന് വെള്ളവും ഭക്ഷണവും കൊടുത്ത് അവനെ വീണ്ടും നടത്തിക്കും. നമ്മളോട് ദൈവത്തിന് കരുണയുള്ളവനാണ്. ഗ്ലോറി ടു ഗോഡ്. നമുക്ക് ആവശ്യമായ ഭക്ഷണവും വെള്ളവും ആ ജീവന്റെ ഉറവിൽ നിന്ന് കർത്താവ് നമുക്ക് തരുമ്പോൾ നമുക്ക് ഇതിനെ അതിജീവിപ്പാൻ കഴിയും. ഹല്ലേലൂയ.
നമുക്ക് ആ നിത്യതയിൽ ദൈവത്തോട് എത്തിച്ചേരുവാൻ കഴിയും. കർത്താവ് വിശ്വസ്തൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.